നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിന്റെ 92ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും ചോദ്യോത്തര വേളയുമായിട്ടാണ് നിഡാസ് നടത്തി വരുന്നത്. നിഡാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിഡാസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിസിപ്പൻസ് എല്ലാം കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. പ്രസന്റേഷൻ ചോദ്യം ചോദിക്കാവുന്ന അവസരം നൽകുന്നതാണ്. ഇന്നത്തെ നിഡാസിന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി എന്ന പേര് പിൻ ചെയ്യേണ്ടതാണ്. 92ാമത്തെ നിഡാസിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം അസിസ്റ്റീവ് ടെക്നോളജി ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക സഹായ സംവിധാനങ്ങൾ. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അവരുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി നന്നായി അറിയിക്കുന്നതിനും അവരുടെ പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമോ സാങ്കേതിക സംവിധാനത്തെയുമാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഈ അസിസ്റ്റീവ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയാം, ഇതിന്റെ പ്രാധാന്യം, വിവിധ തരത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാകുന്ന അസിസ്റ്റീവ് ടെക്നോളജി എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നിഡാസ്. അസിസ്റ്റീവ് ടെക്നോളജിയെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് മിസ്റ്റർ ദീപുരാജ് ആർ, സീനിയർ എഞ്ചിനീയർ, സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ നിഷ്. കഴിഞ്ഞ 3 വർഷമായി അസിസ്റ്റീവ് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. വെൽക്കം മിസ്റ്റർ ദീപു. ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ഒരു ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരു ചോദ്യാവലിയാണ്. എല്ലാ പാർട്ടിസിപ്പൻസും ആ ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കേണ്ടതാണ്. ചോദ്യാവലി പൂരിപ്പിച്ച ഉടനെ തന്നെ സെഷൻ ആരംഭിക്കുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ദീപുരാജ് ആർ. ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അസിസ്റ്റീവ് ടെക്നോളജി ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക സഹായ സംവിധാനങ്ങൾ. നമുക്ക് എന്താണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ സഹായ സാങ്കേതിക വിദ്യ എന്താണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വ്യക്തിക്ക് വേണ്ട പ്രത്യേകമായ ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭിന്നശേഷിയോ ഉള്ള വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ അവർക്ക് പൊതുസമൂഹത്തിൽ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കുവാൻ സഹായമാകുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയാം. അസിസ്റ്റീവ് ടെക്നോളജിയിലൂടെ ഒരു വ്യക്തിയെ ആരോഗ്യത്തോടു കൂടിയും സ്വതന്ത്രമായും അന്തസ്സോടും ഫലപ്രദമായുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. അസിസ്റ്റീവ് ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു വ്യക്തിയുടെ പ്രവർത്തനക്ഷമത നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. ആളുടെ അറിവ്, ആശയവിനിമയം, കേൾവി, ചലനത, കാഴ്ച, സ്വയം പരിചരണം എന്നിവയെ സഹായിക്കുന്ന ഉപകരണങ്ങളും സേവനങ്ങളും അസിസ്റ്റീവ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അസിസ്റ്റീവ് ടെക്നോളജിയിൽ വരുന്ന ഉദാഹരണങ്ങൾ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് എന്തുമാവാം. അതൊരു ഉപകരണമാവാം, അല്ലെങ്കിൽ ഒരു ഉപകരണത്തിൽ വരുന്ന കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു ഉപകരണം ഒരു വ്യക്തിയെ ജീവിത നിലവാരം വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയാം. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് വീൽ ചെയറുകൾ പറയാം, കണ്ണട, കൃത്രിമ കൈകാലുകൾ എന്നിവ മുതൽ സ്ക്രീൻ റീഡറുകൾ, സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റീവ് ടെക്നോളജിയുടെ ആവശ്യം വളരെ വലുതാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്ക് പ്രകാരം ഇപ്പോൾ പറയുന്നത് ലോകത്തിൽ 2.5 ബില്യൺ, അതായത് 250 കോടിയിലധികം ആൾക്കാർ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒന്നിലധികം അസിസ്റ്റീവ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അസിസ്റ്റീവ് ടെക്നോളജി എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അസിസ്റ്റീവ് ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു വ്യക്തിയെ അയാൾക്ക് സ്വതന്ത്രമായ ജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, തൊഴിൽ മേഖലാ രംഗങ്ങളിൽ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനും നല്ലതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റീവ് ടെക്നോളജി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അയാളുടെ ചലനശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉപയോഗം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികപരമായുള്ള നേട്ടങ്ങൾ. അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉപയോഗത്തോടെ ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന്റെ ചെലവുകൾ കുറയ്ക്കുന്നതിനോടൊപ്പം ഫലപ്രദമായുള്ള ജീവിതം, സാമൂഹിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായകരമാകുന്നുണ്ട്. ആഗോളതലത്തിൽ നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജിയുടെ ആവശ്യവും ലഭ്യതയും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ WHO കണക്ക് പ്രകാരം ഏകദേശം 250 കോടിയിലധികം ആൾക്കാർ ഇപ്പോൾ അസിസ്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 2050 ഇതിന്റെ ഉപയോഗം 350 കോടി ഉയരുമെന്നാണ് പറയുന്നത്. അത് വാർദ്ധക്യം കൊണ്ടാവാം, അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ കാരണം ഇതിന്റെ ഉപയോഗം 350 കോടിയായി ഉയരുമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ആൾക്കാർക്ക് ലഭ്യമായെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ അസിസ്റ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ സഹായ ഉപകരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തുന്ന വെറും 3% ആൾക്കാരിലേക്ക് മാത്രമേ അസിസ്റ്റീവ് ടെക്നോളജി എത്തുന്നുള്ളൂ. അതേസമയം നല്ല വരുമാനം കൂടിയ രാജ്യങ്ങൾ അവരെടുക്കുകയാണെങ്കിൽ അവിടെ 90% ആൾക്കാർക്കും അസിസ്റ്റീവ് ടെക്നോളജി ലഭ്യമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസമത്വം വരുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉയർന്ന വിലയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പരിമിതമായ ഉത്പാദനങ്ങളെ നടക്കുന്നത്. ഇതിന്റെ മാനുഫാക്ചറിങ് വളരെ കുറവായിട്ടാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ദുർബലമായിട്ടുള്ള നയങ്ങളും പോളിസീസും കാരണം അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉത്പാദനം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും അസിസ്റ്റീവ് ടെക്നോളജിയെ കുറിച്ചുള്ള ധാരണക്കുറവ് നല്ല രീതിയിൽ ഉണ്ട്. ഇതിന്റെ ഒരു അവബോധം ആൾക്കാരിലേക്ക് എത്തേണ്ട ആവശ്യകത വളരെ 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 നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് പല രാജ്യങ്ങളിലും, ചില രാജ്യങ്ങളിൽ അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉപയോഗം കുറവും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അസിസ്റ്റീവ് കൂടുതലായി നിൽക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ അസിസ്റ്റീവ് ടെക്നോളജി 3 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പരിമിതമായ സാങ്കേതിക ഉപകരണം അല്ലെങ്കിൽ ലോ ടെക്നോളജി അസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറയും. ഈ ഒരു അസിസ്റ്റീവ് ഡിവൈസ്, അതായത് പരിമിതമായ സാങ്കേതിക വിദ്യയുള്ള ഉപകരണങ്ങൾ, ഇതിൽ പ്രത്യേകിച്ച് ഒരു സാങ്കേതിക വിദ്യകൾ വരുന്നില്ല, അതായത് ടെക്നോളജീസ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളുടെ ആവശ്യകതയില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ പെൻ ഗ്രിപ്സ്, അതുപോലെ തന്നെ ബുക്ക് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്ലാൻഡ് ബോർഡ്സ്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്ന പോസ്റ്റ് നോട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്ന പേപ്പറുകൾ, അതുപോലെ തന്നെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാക്ടൈൽ ലെറ്റർ, മാഗ്നിഫയർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായ സാങ്കേതിക വിദ്യയിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങോ പരിശീലനത്തിന്റെയോ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് അസിസ്റ്റീവ് ഡിവൈസ് ആണ്. രണ്ടാമത് വരുന്നതാണ് മിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലോ ടെക്നോളജി അസിസ്റ്റീവ് ഡിവൈസ്. ഇതിലെന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് സങ്കീർണമായ സവിശേഷതകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ ചെറിയ രീതിയിലുള്ള പരിശീലനവും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഹിയറിംഗ് എയ്ഡ്, ബ്രെയിലി പേപ്പർ, ടോക്കിംഗ് വാച്ച്, ടോക്കിംഗ് അലാറം, ടോക്കിംഗ് ടേപ്പ്, ഓഡിയോ ബുക്സ് പോലെയുള്ള അസിസ്റ്റീവ് ഡിവൈസ് ആണ്. ഇപ്പൊ ഹിയറിംഗ് എയ്ഡ് തന്നെയാണെങ്കിലും ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് കേൾവി പരിശോധന നടത്തി ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഡിയോളജിസ്റ്റ് എന്താണ് ഒരു ഹിയറിംഗ് എയ്ഡ് സജസ്റ്റ് ചെയ്യും. ഈ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് വേണ്ട രീതിയിൽ ആ ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യണം, അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു പരിശീലനം ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ബ്രെയിലി പേപ്പർ സ്റ്റൈൽ, കാഴ്ച പരിമിതി ഉള്ളവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് അല്ലെങ്കിൽ പരിശീലനം കിട്ടിയതിന് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ടോക്കിംഗ് വാച്ച്, ടോക്കിംഗ് അലാറം ഒക്കെ നമുക്ക് കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസിസ്റ്റീവ് ഡിവൈസ് ആണ്. മൂന്നാമത് വരുന്നതാണ് ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹൈടെക് ഡിവൈസ് എന്ന് പറയും. ഇതിനകത്ത് വരുന്നത് കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സോഫ്റ്റ്വെയർ എന്നിവ പോലുള്ള കൂടുതൽ സങ്കീർണമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടിയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കുന്നതിനാണെങ്കിലും വളരെയധികം ചെലവേറിയതുമാണ് ഈ ഒരു ഹൈടെക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് പവേർഡ് ആയിട്ടുള്ള വീൽ ചെയർ, അതായത് മോട്ടോറും ബാറ്ററിയുടെ സഹായത്തോടെ, കറണ്ടിന്റെ സഹായത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന വീൽ ചെയറുകൾ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലുമുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഈ ഒരു ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, സ്കൂളുകളിലും കോളേജിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്മാർട്ട് ബോർഡ്,
അതുപോലെ തന്നെ സ്പീച്ച് ടെസ്റ്റ് നമ്മളെ സംസാരത്തെ അക്ഷരങ്ങളായി മാറ്റാൻ പറ്റുന്ന സ്പീച്ച് ടെക്സ്റ്റ് പോലെയുള്ള സോഫ്റ്റ്വെയർ, IGS പോലുള്ളതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ആർക്കൊക്കെയാണ് അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്നത് നോക്കാം. 1. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാർ. 2. കേൾവി പരിമിതിയുള്ളവർ, കാഴ്ച പരിമിതിയുള്ളവർ, സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ആശയവിനിമയത്തോട് വിനിമയം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർ, ഭൗതികമോ മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ, മുതിർന്ന പൗരന്മാർ, ശസ്ത്രക്രിയയിൽ നിന്നോ പരിക്കിൽ നിന്നോ മുക്തി നേടുന്നവർ, അല്ലെങ്കിൽ വളർച്ചാപരമായി കാലതാമസമുള്ള കുട്ടികൾ. ഇവർക്കൊക്കെയാണ് നമുക്ക് അസിസ്റ്റീവ് ടെക്നോളജി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി RPWD ആക്ട് അല്ലെങ്കിൽ ഭിന്നശേഷി നിയമം 2016 ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതിൽ ഏകദേശം 21 ഭിന്നശേഷി നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധത, കാഴ്ചക്കുറവ്, കുഷ്ഠരോഗ ഭേദമായവർ, ശ്രവണ പരിമിതി, ചലന പരിമിതി, ഡോഫിസം, ബുദ്ധിപരമായ വെല്ലുവിളി, മാനസികാരോഗ്യം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സെറിബൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, നാഡീവ്യവസ്ഥയുടെ വിട്ടുമാറാത്ത അവസ്ഥകൾ, പ്രത്യേക പഠന പരിമിതിയുള്ളവർ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സംസാരഭാഷ പരിമിതി, ഹീമോഫീലിയ, അരിവാൾ കോശരോഗം, സിക്കിൾ സെൽ അനീമിയ, ബധിരത, അന്ധത ഉൾപ്പെടുന്ന ഒന്നിലധികം ഭിന്നശേഷികൾ, ആസിഡ് ആക്രമണ ഇരകൾ, പാർക്കിൻസൺസ് രോഗം. ഇതാണ് RPWD ആക്ടിൽ പറഞ്ഞിരിക്കുന്ന 21 ഭിന്നശേഷി. നമ്മൾ ഇതിനകത്ത് സമയപരിമിതി കാരണം എല്ലാം നമ്മൾ പറയുന്നില്ല. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അസിസ്റ്റീവ് ഡിവൈസും ടെക്നോളജിയും ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കാഴ്ചക്കുറവ്. പലതരത്തിലുള്ള കാഴ്ച പരിമിതികളുണ്ട്. ചിലത് പൂർണ്ണമായ അന്ധതയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഭാഗികമായ കാഴ്ചക്കുറവ് ഉൾപ്പെടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആൾക്കാരിൽ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട? ഒന്ന് പറയുന്നത് അവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുമായി കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കുക, വിഷ്വൽ ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി കുറേ അധികം അസിസ്റ്റീവ് ഡിവൈസ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഉണ്ട്. ചിലതെന്ന് പറയുന്നത് ബ്രെയിലി ലിപിയുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ബ്രെയിലി ലിപിയുള്ള പുസ്തകങ്ങളുണ്ട്. അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലസ് പേനകളുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ റീഡറുകൾ സ്ക്രീനിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്ക്രീൻ റീഡറുകളുണ്ട്. സ്മാർട്ട് ഗ്ലാസുകളുണ്ട്. അതൊക്കെ ഇതിനൊരു ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് കാഴ്ച പരിമിതിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് അസിസ്റ്റീവ് ഡിവൈസ് ആണ്. ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ മാഗ്നിഫയർ ആണ്. ഡിജിറ്റൽ മാഗ്നിഫയർ എന്ന് പറയുമ്പോൾ മിതമായ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മാഗ്നിഫയർ ആണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളർ ബ്ലൈൻഡ്നെസ് പോലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എല്ലാ കളേഴ്സും അല്ലെങ്കിൽ എല്ലാ ബുക്കിലുള്ള എല്ലാ കളർ നിറത്തിലുള്ള ഇത് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതി, ഇതിന്റെ നിറം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാഗ്നിഫയർ ആണ് ഈ ഡിജിറ്റൽ മാഗ്നിഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കെയിൻ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളതാണ്. വൈറ്റ് കെയിൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മാർട്ട് കെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ സെൻസേഴ്സും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ള സ്മാർട്ട് കെയിൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട്. അതാവുമ്പോൾ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾ മനസ്സിലാക്കി ഒരു വൈബ്രേഷനിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീഡ്ബാക്കിലൂടെ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്ന രീതിയിലുള്ള വൈറ്റ് കെയിൻ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് വിഷൻ ഗ്ലാസ്, സാധാരണ ഗ്ലാസ് കണ്ണിലേക്ക് ഗ്ലാസ് തന്നെ, പക്ഷെ ഇതിന്റെ കൂടെ ക്യാമറയും സെൻസേഴ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ മുന്നിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആൾക്ക് ഒരു ഓഡിയോ പോലെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് വിഷൻ ഗ്ലാസ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ആ ആളുടെ കുറിച്ചുള്ള വിവരങ്ങൾ ആ ഗ്ലാസ്സില് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് ഒരിക്കലും ആ വ്യക്തി ആ ആളെ കാണുമ്പോൾ മുന്നേ സ്റ്റോർ ചെയ്തിരുന്ന ഡേറ്റ വെച്ചിട്ട് ആൾക്കത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് സ്മാർട്ട് വിഷൻ ഗ്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് സ്മാർട്ട് വിഷൻ ഗ്ലാസിന്റെ ഒരു ഡെമോ വീഡിയോയിലോട്ട് പോവാം.
അപ്പോൾ ഇതാണ് സ്മാർട്ട് വിഷൻ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേൾവിക്കുറവിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റീവ് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം വിവിധതരം കേൾവിക്കുറവുകളുണ്ട്. നേരിയ കേൾവിക്കുറവ് മുതൽ പൂർണ്ണമായ കേൾവി നഷ്ടപ്പെടുന്നത് വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. കേൾവിക്കുറവ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൻസറി ന്യൂറൽ, പിന്നെ ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. സെൻസറി ന്യൂറൽ എന്ന് പറയുമ്പോൾ അത് ഒരു പെർമനന്റ് ആയിട്ടുള്ള, താൽക്കാലികമല്ല പെർമനന്റ് ആയിട്ടുള്ള ഒരു കേൾവിക്കുറവാണ് സെൻസറി ന്യൂറൽ. അത് പ്രായമാവുന്നത് കൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ട്യൂമറോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന രീതിയിലുള്ളതാണ് സെൻസറി ന്യൂറൽ എന്ന് പറയുന്നത്. കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഹിയറിംഗ് ലോസ് ആണ്. അത് എന്തെങ്കിലും അലർജി കാരണമോ അല്ലെങ്കിൽ ചെവിക്കുള്ളിലുള്ള വാക്സോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവരുന്നതാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇവർ നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആശയവിനിമയം തന്നെയാണ്. അതായത് രണ്ടുപേർ തമ്മിൽ സംസാരിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഇവർ പ്രധാനമായും നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പം നിലവിൽ കുറേ അധികം അസിസ്റ്റീവ് ഡിവൈസ് ഹിയറിംഗ് ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡുകൾ തന്നെയാണ്. അതുപോലെ കോക്ലിയർ ഇംപ്ലാന്റുകൾ, അതുപോലെ ആംഗ്യഭാഷാ വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രറ്റേഴ്സ് എന്നിവ ഇതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതാണ് വിവിധ തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡുകൾ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് പല രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡുകളുണ്ട്. അതായത് ചെവിക്ക് പുറമെ വലിയ രീതിയിലുള്ളത് തൊട്ട് വളരെ ചെറുത്, അതായത് ഹിയറിംഗ് എയ്ഡ് നമ്മൾ ധരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അത്രയും ചെറുതായിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകൾ വരെ ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റുകൾ. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പെർമനന്റ് ഹിയറിംഗ് ലോസിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ജനിച്ച ഉടൻ തന്നെ നമുക്ക് ആ കുട്ടികളുടെ കേൾവി പരിശോധന നടത്താൻ പറ്റും. അങ്ങനെ പരിശോധന നടത്തുന്ന കുട്ടികൾക്ക് കേൾവിക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കോക്ലിയ, അതായത് നമ്മുടെ ഇന്നർ ഇയർ, ഏറ്റവും അകത്തെ ഭാഗം, മെയിൻ ആയിട്ടുള്ള ഭാഗം, അതായത് സിഗ്നലിനെ റിസീവ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കുന്ന ഭാഗം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ മെത്തേഡ് വഴി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ പടത്തിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിനകത്തൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സർജിക്കലി ഇംപ്ലാന്റ് ചെയ്ത കോക്ലിയ നമുക്ക് ഉണ്ടാവും. ഇത് പുറത്തുള്ള സൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് അത് എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസ്മിറ്റർ വഴി സെൻഡ് ചെയ്യും. അത് നേരെ എന്ത് ചെയ്യും, കോക്ലിയർ ഇംപ്ലാന്റ്, നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത കോക്ലിയർ ഇംപ്ലാന്റിലേക്ക് കൊടുക്കുകയും അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി ഓർഡിനറി നെർവ് വഴി ബ്രെയിനിലേക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് കൂടാണ്ട് ഇവരെ ഒരു ഹിയറിംഗ് ഇംപയർഡ് ഉള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം അസിസ്റ്റീവ് ഡിവൈസ് വേറെയും മാർക്കറ്റിലുണ്ട്. ഉദാഹരണത്തിന് ഒരു കേൾവിക്ക് പ്രശ്നമുള്ള ഒരാൾ ഒരു വീട്ടിലിരിക്കുകയാണ്, ഒരാൾ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം സ്മാർട്ട് ഡോർ ബെല്ലുകളുണ്ട്. അതായത് ഒരു ബെല്ലുണ്ടാവും, അത് പുറത്ത് നമുക്ക് വീടിന്റെ പുറത്ത് വെക്കാൻ പറ്റും. അതിനകത്തിൽ തന്നെ ക്യാമറയും കാര്യങ്ങളും ഉണ്ടാവും. അതുകൂടാതെ തന്നെ ആ ഒരു ഡിവൈസ് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ടും കൂടി പെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിവൈസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരാൾ വന്നാൽ കോളിംഗ് ബെൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാമറ വഴി നമ്മുടെ മൊബൈലിലേക്ക് റിങ് വരും. എന്നിട്ട് നമുക്ക് അകത്തിരിക്കുന്ന ആൾക്ക് വൈബ്രേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും പുറത്തൊരാൾ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ മൊബൈലിൽ ആ വന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് ഡോർ ബെല്ല് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നിഷിൽ തന്നെ ഇപ്പോൾ ഹിയറിംഗ് ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമർജൻസി വൈബ്രേറ്റിംഗ് അലേർട്ട് ഡിവൈസ്, ഒരു അലേർട്ട് ഡിവൈസ് ആണ്. എന്തെങ്കിലും ഒരു എമർജൻസി സമയത്ത് അവർക്ക് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലേർട്ട് ഡിവൈസ് ഇപ്പം നമ്മൾ അറ്റ് പ്രസന്റ് നിഷിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് അതിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചലന പരിമിതിയും അതിന് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങളുമാണ്. ചലന പരിമിതി എന്ന് പറയുമ്പോൾ അത് വരുന്നത് മെയിനായിട്ട് പക്ഷാഘാതം, കൈകാലുകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പേശികളെയും അസ്ഥികളെയും ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന ശാരീരിക ചലന പരിമിതിയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുന്നത്. ഇവർ പ്രധാനമായി നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ചലന പരിമിതികൾ കാരണം സ്വതന്ത്രമായി ചലിക്കാനും എളുപ്പത്തിൽ എവിടെയും എത്തിച്ചേരാൻ കഴിയാതെ വരുന്നു. ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അസിസ്റ്റീവ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വീൽ ചെയറുകൾ, കൃത്രിമ അവയവങ്ങൾ, അതായത് പ്രോസ്തെറ്റിക്സ്, എക്സോസ്കെൽറ്റൺ, നടക്കാൻ സഹായിക്കുന്ന വണ്ടികൾ തുടങ്ങിയവയാണ്. ഇതിനകത്ത് കാണിക്കുന്നത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുറച്ച് അസിസ്റ്റീവ് ഡിവൈസ് ആണ്. ഒന്നെന്ന് പറയുന്നത് വാക്കേഴ്സ്, ക്രച്ചസ് ഒക്കെയാണ്. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും പരിക്ക് പറ്റിയ ഒരു അപകടത്തിൽ നിന്ന് റിക്കവറായി വരുന്ന സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അസിസ്റ്റീവ് ഡിവൈസ് ആണ് വാക്കേഴ്സ്, ക്രച്ചസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഗ്രാബ് ബാർസ്, നമ്മൾ ചുമരുകളിലും പടികളിലും ഒക്കെ ഗ്രാബ് ബാർസ് വെക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പ്രായമായ ആൾക്കാർക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ടിന് വേണ്ടി പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ മാനുവൽ വീൽ ചെയർ ഉണ്ട്, പവേർഡ് വീൽ ചെയർ, ഈ പറഞ്ഞ പോലെ പ്രോസ്തെറ്റിക്സ്, ലെഗ് ആം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അസിസ്റ്റീവ് ഡിവൈസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ആ ഒരു അസിസ്റ്റീവ് ഡിവൈസ് ആൾക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾക്കൊരു വീൽ ചെയർ നമ്മൾ പറഞ്ഞു, ഒരാൾക്കൊരു വീൽ ചെയർ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീൽ ചെയർ ആ ആൾക്ക് ആ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വീൽ ചെയർ കയറി പോകാൻ പറ്റുന്ന വഴിയുണ്ടോ, അല്ലെങ്കിൽ ആ വീൽ ചെയർ കയറാൻ പറ്റുന്ന റാമ്പ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ വീടിനോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വേണം എപ്പോഴും ഒരു അസിസ്റ്റീവ് ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മൊബൈലിനകത്തുള്ള ഒരു ആക്സബിലിറ്റി ഫീച്ചറാണ് പറഞ്ഞത്. മൊബൈലിനകത്ത് തന്നെ നമ്മൾ സെറ്റിംഗ്സിനകത്ത് പോവുകയാണെങ്കിൽ ആക്സബിലിറ്റി എന്നൊരു
ഫീച്ചർ ഉണ്ട്. നമുക്കത് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ അധികം ആപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് ടോക്ക് ബാക്ക് എന്ന് പറയുന്നത്. ടോക്ക് ബാക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്ക്രീനിൽ ഓരോ സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് പ്രസ് ചെയ്യുന്നത് എന്ന് അതൊരു ഓഡിയോ പോലെ പ്ലേ ബാക്ക് ഉണ്ടാക്കും. അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ക്രീനിലുള്ള ഓരോ സെഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സിനകത്ത് തന്നെ നമ്മുടെ മൊബൈലിന്റെ കളർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ കളർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീച്ച് ടു ടെക്സ്റ്റ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിന്റെ ആക്സസിബിലിറ്റി ഫീച്ചർ വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു ഹെഡ് കൺട്രോൾ മൗസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ കൈകളോ കാലുകളോ അനക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതുപോലെ തന്നെ നല്ല ഹെഡിന് നല്ല കൺട്രോൾ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഒന്ന് കണ്ടു. ഈ ആപ്ലിക്കേഷന്റെ പേര് ഇവ ഫേഷ്യൽ മൗസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇവ ഫേഷ്യൽ ആപ്പ് മൗസ് എന്നാണ് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട പ്രൊഫഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് ആരോ ബട്ടൺ വരും. ഈ ആരോ ബട്ടൺ നമ്മുടെ ഫേസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ഐക്കണിലേക്ക് പോവുകയും നമ്മൾ ആ ഫേസ് അത് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ആരോ ബട്ടൺ സെലക്ട് ആവുകയും ചെയ്യും. ഇപ്പൊ ഈ ആപ്പ് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ആൾ അയാളുടെ തല മൂവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അതിനകത്തുള്ള കേഴ്സർ മൂവ് ആവുന്നത്. അപ്പൊ അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏത് ബട്ടൺ ആണോ സെലക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ആരോ ബട്ടൺ കൊണ്ടുവരിക. കുറച്ചു നേരം അത് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ബട്ടൺ അത് സെലക്ട് ആവും. അപ്പൊ നമുക്ക് ഈ അങ്ങനെ നമുക്കിത് തല ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എനേബിലിറ്റി ഫൗണ്ടേഷൻ അവർ ഡെവലപ്പ് ചെയ്ത ഒരു സ്വിച്ച് ആണ്, അതിഥി സ്വിച്ച് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു മൗസ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസ് ആണ്. ഇതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആ ആള് കൈ അതിനകത്ത് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ക്രീനിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് സ്ക്രീനിൽ പ്രീവിയസ്, നെക്സ്റ്റ്, അപ്പ്, ഡൗൺ എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്മൈലി ബോർഡ് വെച്ചുള്ള സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ വട്ടം അത് പ്രസ് ചെയ്യുന്ന സമയത്തും ഓരോ ഐക്കണായിട്ട് അത് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്.
ഇനി ആശയവിനിമയത്തിനുള്ള സഹായ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ മൊബൈൽ ഫോണിലെ കീപാഡ് ഒരു മൈക്കിന്റെ ഒരു സിമ്പൽ ഉണ്ടാവും. അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതൊരു ടെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് സ്ക്രീനിലേക്ക് എഴുതി കാണിക്കും. ഇത് സാധാരണ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ കീബോർഡിൽ തന്നെ ആ മൈക്ക് ഓണാക്കി ഇടുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം, വേറൊരാൾ എന്താണോ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി സ്ക്രീനിൽ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലൈവ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഓണാക്കി ഇടുകയാണെങ്കിൽ ഈ ലൈവ് ട്രാൻസ്ക്രൈബ് തന്നെ പല ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്തുള്ള ലാംഗ്വേജ് നമുക്ക് പല രീതിയിലേക്ക് മാറ്റാം. ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഏത് ഭാഷയാണോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിടാം. അത് സെലക്ട് ചെയ്തതിനു ശേഷം ചുറ്റും എന്താണോ അത് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി നമ്മുടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ഒരു ഉപയോഗം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിന്റെ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലാസ്സിൽ എന്താണോ നടക്കുന്നത് മനസ്സിലാവില്ല. ആ സമയത്ത് ഈ ഒരു ലൈവ് ട്രാൻസ്ക്രൈബ് എന്നുള്ള ആപ്പ് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓണാക്കി ഇടുന്ന സമയത്ത് ക്ലാസ്സിൽ എന്താണോ ലെക്ചർ നടക്കുന്നത് അത് ഇത് മനസ്സിലാക്കി നമ്മുടെ സ്ക്രീനിൽ എന്ത് ചെയ്യും, അതേപോലെ തന്നെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ഗ്ലാസ് എന്ന് പറഞ്ഞു, ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും അവർ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസിന്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ ആൾ എന്താണോ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ എന്താണോ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി അതിനകത്ത് എഴുതി കാണിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൾ എന്താണോ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്ക്രൈബ് ഗ്ലാസ് ആണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ FM സിസ്റ്റം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് FM സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്തൊരു മൈക്രോഫോൺ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ കയ്യിലൊരു റിസീവർ ഉണ്ടാവും. ഈ റിസീവർ എന്ന് പറയുന്നത് നമ്മുടെ ഹിയറിംഗ് എയ്ഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതിപ്പോൾ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ വളരെയധികം സൗണ്ട് ഉള്ള ഒരു സ്ഥലത്ത്, ഒച്ചയുള്ള സ്ഥലത്ത് ഒരു കുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ടീച്ചർ ഇപ്പൊ ഉദാഹരണത്തിന് ക്ലാസ്സിൽ എടുക്കുകയാണ്, നമ്മുടെ ടീച്ചറുടെ കയ്യിൽ ഈ ഒരു മൈക്രോഫോൺ ഉണ്ട്. ഈ ടീച്ചർ സംസാരിക്കുന്ന കാര്യം ഈ മൈക്രോഫോൺ അത് ക്യാപ്ചർ ചെയ്യുകയും അത് നേരെ എന്ത് ചെയ്യും, സ്റ്റുഡൻസിന്റെ കയ്യിലുള്ള റിസീവറിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഈ റിസീവർ നമ്മുടെ ഹിയറിംഗ് എയ്ഡുമായിട്ട് കണക്ട് ആയത് കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ഹിയറിംഗ് എയ്ഡിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ക്ലാസ്സിൽ വളരെ ഒച്ചയും ബഹളം ആണെങ്കിൽ തന്നെ ഈ സാർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഹിയറിംഗ് എയ്ഡിലോട്ട് എത്തത്തുള്ളൂ. ഇതിന്റെ ഉപയോഗം എല്ലാവരും വളരെയായിട്ട് ഉപയോഗിച്ച് കാണുന്നില്ല, പക്ഷെ ഇന്ത്യയിലും ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിഷില് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇനി ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന, തെറാപ്പിക്ക് വേണ്ടി സഹായിക്കുന്ന കുറച്ചധികം ഡിവൈസ് ആണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ആവാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ വഴി കുട്ടിക്ക് എന്താണോ ആവശ്യം എന്നുള്ള സാധനം നമുക്ക് ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യും. എനിക്കിപ്പോ സ്പൂൺ വേണം എന്നുള്ള കാര്യം കുട്ടി ആവാസ് ആപ്പ് വഴി എന്താണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി പാരന്റ്സ് അതേപോലെ എടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേ ആപ്ലിക്കേഷൻ നമുക്ക് സ്വിച്ച് കൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇതിപ്പോ ചില കുട്ടികൾക്ക് കൈ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ ഒരു കുഞ്ഞിനെ നോക്കിയോളൂ, തല വെച്ചാണ് ആ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത്. ആപ്ലിക്കേഷനുള്ള സാധനം നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റാത്ത കാരണം കുഞ്ഞ് തല കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന കാണാം. അതൊരു സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് സ്ക്രീനിൽ കുഞ്ഞ് കണ്ടു, അത് മനസ്സിലാക്കിയതിനു ശേഷം അത് സെലക്ട് ചെയ്യുന്നത് കുഞ്ഞിന്റെ തല വെച്ചിട്ട് ആ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്.
ഈ ഒരു ആപ്ലിക്കേഷൻ ലുക്ക് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അനങ്ങുന്നതനുസരിച്ച് നമുക്ക് ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറിലെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാനും ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ കണ്ണ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കണ്ണ് ഇടത്തോട്ടോ വലത്തോട്ടോ മേളിലോട്ടോ താഴോട്ടോ അനക്കുന്നതനുസരിച്ച് നമ്മുടെ സ്ക്രീനും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് എപ്പോഴാണോ നമ്മുടെ കണ്ണ് അനക്കാതെ നേരെ വെക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, അത് ഏത് ഐക്കണിലാണോ അതുള്ളത് അത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ കണ്ണ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇടത് സൈഡിലുള്ള ഐക്കൺ സെലക്ട് ആയി, റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വലത് സൈഡിലുള്ള ഐക്കൺ സെലക്ട് ആയി. ഇങ്ങനെയുള്ള പലതരം നമുക്ക് കമ്പ്യൂട്ടറോ മൊബൈലോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ അധികം അസിസ്റ്റീവ് ഡിവൈസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കുറേയൊക്കെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറെ അധികം ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി എങ്ങനെയാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് സമഗ്രമായ വിദ്യാഭ്യാസം. അസിസ്റ്റീവ് ടെക്നോളജി പോലെയുള്ള അസിസ്റ്റീവ് ഡിവൈസ് ആയ ബ്രെയിൽ ലിപി, ഓഡിയോ പുസ്തകങ്ങൾ, ക്യാപ്ഷനിങ്, അതുപോലെ സ്ക്രീൻ റീഡറുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങൾ വന്നതോടെ കുട്ടികൾക്ക് മുൻനിരയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിലേക്ക് വരാൻ എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റീവ് ടെക്നോളജി കുറെ അധികം സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള പൊരുത്തപ്പെടൽ എങ്ങനെയൊക്കെ ഒന്ന് എർഗോണമിക്കായിട്ടുള്ള കീബോർഡുകൾ, വോയിസ് ടു ടെക്സ്റ്റ്, അതുപോലെ തന്നെ അസിസ്റ്റീവ് വേറെ തരത്തിലുള്ള അസിസ്റ്റീവ് ടെക്നോളജി, അസിസ്റ്റീവ് ഡിവൈസ്, നേരത്തെ പറഞ്ഞതുപോലെ വീൽ ചെയർ, അതിന്റെ ഉപയോഗം നന്നായിട്ട് വന്നതോടെ തൊഴിൽ മേഖലയിലും നല്ല രീതിയിൽ അസിസ്റ്റീവ് ടെക്നോളജി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ അസിസ്റ്റീവ് ടെക്നോളജി കൊടുക്കുന്നതിലുപരി എന്താണ് അതിന് വേണ്ട മാറ്റങ്ങൾ, അതായത് റാമ്പുകൾ, അതുപോലെ തന്നെ ഒരു വൈകല്യമുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലിഫ്റ്റ്, റാമ്പ്, അതുപോലെ തന്നെ പാതകൾ, അതുപോലെ സൈൻ ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതോടെ തൊഴിൽ മേഖലയിലും അസിസ്റ്റീവ് ടെക്നോളജി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടെ തന്നെ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ വിനോദത്തിലുള്ളതും അതുപോലെ തന്നെ സാമൂഹിക പങ്കാളിത്തത്തിലും ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കാരണം. ഇനി ഭൗതികപരമായ ഭിന്നശേഷിയും അതിനു വേണ്ടിയിട്ടുള്ള സഹായ ഉപകരണങ്ങൾ. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഭൗതികപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാഹചര്യങ്ങളെക്കുറിച്ച് അനുസരിച്ച് പെരുമാറാനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ പഠനം, പ്രശ്നപരിഹാരം, ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ എന്നിവയെല്ലാം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാം. എന്തൊക്കെയാണ് ഇവരെ സഹായിക്കുന്ന സഹായ ഉപകരണങ്ങൾ എന്ന് നോക്കാം. ഒന്ന് പറയുന്നത് ആശയവിനിമയമായ ബോർഡുകൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ബോർഡുകൾ. പിന്നെ പഠനത്തിന് സഹായകമായിരുന്ന ആപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവാസ് പോലെയുള്ള ആപ്ലിക്കേഷൻ. അഡാപ്റ്റീവ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റീവ് സ്വിച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ അതുപോലെയുള്ള കളിപ്പാട്ടങ്ങൾ. പിന്നെ കുട്ടികളുടെ സൂക്ഷ്മമായ ചലനശേഷിയും വൈജ്ഞാനികതയും കഴിവുകളും വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ബോർഡുകളുണ്ട്. IGS ബോർഡ്, ബിഗ് മാക്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്വിച്ചസ് ആണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ബട്ടൺ പ്രസ് അത് തിരിച്ച് പ്ലേ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആവാസ് പോലെയുള്ള ആപ്പുകളുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച എനേബിലിറ്റി ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്ത അതിഥി പോലത്തെ സ്വിച്ചസ് ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റീവ് ഡിവൈസുകളാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സാമൂഹികമായ ഇടപെടലുകൾ, ആശയവിനിമയത്തിനും ബുദ്ധിമുട്ടുകൾ, ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ. ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ സംസാരത്തിലൂടെയുള്ള ആശയവിനിമയം സാധിക്കാതെ വരിക, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ തലച്ചോറിന് ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവർക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സഹായകരമായ
ഉപകരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ആൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അതായത് AAC ഡിവൈസ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള സ്വിച്ചസ് ഉണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബോർഡുകൾ ഒക്കെയാണ് ഇതിൽ വരുന്നത്. ാണ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപകരണം, ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഗോടോക്ക് പോലെയുള്ള ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള വേണ്ട പിക്ചേഴ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അതുപോലെ തന്നെ ഇതിനകത്ത് ഓഡിയോ പ്ലേബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് എന്താണോ ആവശ്യം അത് ഒരു വോയിസ് പോലെ നമുക്ക് പ്ലേബാക്ക് പോലെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സെറിബൽ പാൾസി അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ. എന്താണ് സെറിബൽ പാൾസി? നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ് സെറിബൽ പാൾസി എന്ന് പറയുന്നത്. ഇവ ഒരു വ്യക്തിയുടെ ശാരീരിക നില, ചലനാത്മക ശേഷി എന്നിവയെ ബാധിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നേരിയ പ്രശ്നങ്ങൾ മുതൽ കഠിനമായ വെല്ലുവിളികളാണ് ഈ വ്യക്തികൾക്ക് ഉണ്ടായേക്കുന്നത്. ഇവർ നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഒന്ന് പരിമിതമായ ചലനശേഷി, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ പേശി നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്ന പ്രധാനമായ പ്രശ്നങ്ങൾ. ഇവർക്കും സഹായകരമായുള്ള ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ശരീരത്തെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ. സെറിബൽ പാൾസിയിൽ വരുന്ന സഹായ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് സെറിബൽ പാൾസി ചെയർ അല്ലെങ്കിൽ CP ചെയർസ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു സെറിബൽ പാൾസി ഉള്ള ഒരു കുട്ടിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെറിബൽ പാൾസി ഉള്ള കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ ഹെഡ് കൺട്രോൾ വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ നെക്ക് കൺട്രോൾ കുറവായിരിക്കും, അതുപോലെ തന്നെ ശരീരത്തിന്റെ കൺട്രോൾ മുഴുവൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ചെയറാണ് സെറിബൽ പാൾസി ചെയർ എന്ന് പറയുന്നത്. ഈ സെറിബൽ പാൾസി ചെയറിന് കുറെ അധികം അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ തല നല്ലൊരു പൊസിഷനിൽ വെക്കാനായിട്ട് അതിന് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നെക്ക്, ബോഡി, അതുപോലെ കൈകാലുകൾ എല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണോ അത് നമുക്ക് ഈ ചെയറിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തിനാണ് മെയിനായിട്ട് ഈ ഒരു പൊസിഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ശരിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിട്ടുള്ളൂ ആ കുട്ടിയുടെ ബ്രീത്തിങ്ങും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അത് ശരിയായി കഴിഞ്ഞാൽ മാത്രമേ ആ കുഞ്ഞിന് സംസാരശേഷിയും കാര്യങ്ങളും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം സെറിബൽ പാൾസി നിങ്ങൾ കാണുന്നത്. അത് കൂടാതെ നമ്മൾ നിഷിൽ തന്നെ ഡെവലപ്പ് ചെയ്ത നിഷിലെ എഞ്ചിനീയർ ജാനിഷ് ഡെവലപ്പ് ചെയ്ത ഒരു CP ചെയറാണ് ഇത് കാണുന്നത്. ഇത് തന്നെ 3 സൈസിലുണ്ട്, ലോ, മീഡിയം, അതുപോലെ തന്നെ ഹൈ എന്നുള്ള രീതിയിൽ 3 സൈസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ചെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അത് ഒരു യൂസർ ട്രയൽ സ്റ്റേജിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. അതായത് കുട്ടിയുടെ കഴുത്തിന്റെ പൊസിഷൻ കൺട്രോൾ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ, അല്ലെങ്കിൽ ബോഡി മൊത്തത്തിൽ വേണ്ടിയിട്ടുള്ള പലതരം അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ചെയറാണ് ഈ കാണുന്നത്. അതുകൂടാതെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഇത് ചിലതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും ഇതിനകത്ത് ഉണ്ട്. അതായത് കുട്ടികൾക്ക് എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പൂണ് അല്ലെങ്കിൽ ഒരു പേനയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധതരം സ്ട്രാപ്പുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധാരണ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പൂൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ. ഒരു സ്പൂണിൽ തന്നെ ഒരു സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്പൂണ് രണ്ടോ മൂന്നോ ഫിംഗർ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്പൂൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കപ്പുണ്ട്, നോസി കപ്പുണ്ട്. അതുപോലെ തന്നെ ഹാൻഡി കപ്സ്, ഒരു കൈ കൊണ്ട് കപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡി കപ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ടൂത്ത് ബ്രഷ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ അഡാപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റൈസ്ഡ് ടോയ്ലറ്റ് സീറ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സഹായമാവുന്ന കുറച്ചധികം ഉപകരണങ്ങളാണ്. സോ ഇതോടെ ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്ന അവസരമാണ്. ഇപ്പോൾ മിസ്റ്റർ ദീപുരാജനോടൊപ്പം ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് കൂടി ചെയ്യുന്നുണ്ട് ഇന്നത്തെ അസിസ്റ്റീവ് ടെക്നോളജി വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി.
മിസ് ആര്യ മനോഹരൻ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി സ്പെഷ്യലിസ്റ്റ്, മിസ്റ്റർ ജോസഫ് ബോസ്, ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്, മിസ് ഷൈനി MT, ഫിസിയോതെറപ്പിസ്റ്റ് എന്നിവർ കൂടി ഒരു എക്സ്പേർട്സ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം. പാർട്ടിസിപ്പൻസിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ. ചോദിച്ചോളൂ. ഞാന് സെന്റ് ജോസഫ്സ് കോളേജ് ആലപ്പുഴയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഹോം സയൻസിലെ. നമ്മള് കോളേജിൽ ഇപ്പൊ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, ചിലപ്പോ ഒരു വർഷത്തില് നമുക്കിപ്പം ഒരു 3 കുട്ടികളെ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ കേൾവിയുടെ ഒരു പ്രശ്നമുള്ളത്, പിന്നെ ഈ പറഞ്ഞ പോലെ കാഴ്ചയുടേത്, ഈ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം. സോ ഇപ്പൊ ഒരു കോളേജ് ലെവലില് നമ്മള് ഈ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ സാർ ആവാസ് ആപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു, അപ്പൊ അതിനെപ്പറ്റിയൊന്നും നമുക്ക് അത്ര അവയർനെസ് ഇല്ല. ഒരു കോളേജ് ലെവലിൽ ഇങ്ങനത്തെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യേണ്ടത്? അത് തന്നെ ഒരു കോമൺ പ്ലേസ്, ഇപ്പൊ ലൈബ്രറി പോലെയുള്ള ഒരു കോമൺ പ്ലേസിൽ ചെയ്താൽ മതിയോ, അതേ നമ്മുടെ ക്ലാസ് റൂമുകളിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണോ നല്ലത്? പിന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇപ്പൊ നിഷിന്റെ ഭാഗത്ത് നിന്ന് കോളേജസിന് കിട്ടുമോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഞങ്ങളുടെ സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു അസിസ്റ്റീവ് ടെക്നോളജിനെ കുറിച്ചുള്ള അവയർനെസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇതിന്റെ ഭാഗമായി നമ്മൾ എല്ലാ കോളേജുകളിലും അസിസ്റ്റീവ് ടെക്നോളജിയുടെ അവയർനെസ്സും സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റിയും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഈ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അവര് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക, ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു അവയർനെസ്സിൽ നമ്മൾ പലതരം എക്യുപ്മെന്റ്സും ഡിവൈസുകളും നമ്മൾ ഇവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് നിഷിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പെർമിഷനോടെ നിഷിലേക്ക് വരാം. എന്നിട്ട് ഇവിടുത്തെ ക്ലിനിക്സും കാര്യങ്ങളും ഇവിടുത്തെ ക്ലിനിക്സിന്റെ സൗകര്യങ്ങളെല്ലാം നോക്കി നമുക്ക് അവർക്ക് വിസിറ്റ് അറേഞ്ച് ചെയ്ത് പറ്റുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വരികയും ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി, ഒരു സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ വേണ്ട എന്തൊക്കെ ആക്സസിബിലിറ്റിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുടെ ട്രെയിനിങ് നമുക്ക് നിഷിന്ന് കൊടുക്കാൻ പറ്റും. അപ്പം മാഡം പേരും കോളേജും നമ്പറും നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഒരു ആക്ടിവിറ്റി കോളേജിൽ വന്ന് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു സാർ. നമുക്കതൊരു വലിയൊരു നീഡാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ 3-4 കുട്ടികളായിരിക്കും ഒരു വർഷം വരുന്നത്, പക്ഷെ ആ ക്ലാസ്സിൽ ആ കുട്ടികൾ സഫർ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്, പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് പറ്റുന്ന ഈ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് ആപ്സ് എങ്കിലും നമുക്കൊന്ന് അവർ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. മെസ്സേജിൽ ഞാൻ ഇട്ടാ മതിയോ ഡീറ്റെയിൽസ് കോളേജിന്റെ? മാഡം ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയാവും. ചാറ്റ് ബോക്സിൽ ഇടാം സാറേ. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സെഷൻ ശരിക്കും വളരെ യൂസ്ഫുൾ ആണ്. ഇത് പേപ്പറിൽ ഞാൻ ആക്സിഡന്റലി കണ്ടതാണ്, അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഇനി നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മിസ് ബിന്ദു ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗ്രാഫും ബാർ ഗ്രാഫും എങ്ങനെ പഠിപ്പിക്കാം എന്നാണ്. നല്ലൊരു ചോദ്യമാണ്. എനിക്ക് ജസ്റ്റ് നമ്പർ ഒന്ന് അറിയുകയാണെങ്കിൽ ഞാനത് ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് പഠിപ്പിക്കാൻ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അത് പഠിപ്പിക്കാനുള്ള ടെക്നോളജി എന്തായാലും നിലവിലുണ്ടാവും. ഞാനത് ഒന്ന് അങ്ങനെയാണെങ്കിൽ റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. കറന്റ് ആയിട്ട് നമുക്കിപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടാക്ടൈൽ ആയിട്ടുള്ള ഡിഫറൻസസ് വെച്ചിട്ടാണ്. അതായത് എസ്പെഷ്യലി അവർക്ക് കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഈ പറയുന്ന ബാർ ഡയഗ്രം അല്ലാത്ത ഡയഗ്രം, ഇപ്പൊ അതിന്റെ തന്നെ ചെറിയ ഒരു ടാക്ടൈൽ ബുക്സ് എന്ന് പറയും. അതായത് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു വ്യത്യാസം വരുന്ന രീതിയിലുള്ളത്, അല്ലെങ്കിൽ ഗ്രൂവുകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഷിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം.
ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ കൂടുതലായിട്ടും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ കുഞ്ഞുങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ, അതായത് സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ടെക്സ്റ്റാണ്. അപ്പൊ ഓരോ ടെക്സ്റ്റ് ബുക്കുകളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അവരെ തൊട്ട് മനസ്സിലാക്കാൻ, ആ ഷേപ്പിന്റെ ഡിഫറൻസസ് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് കറന്റ് ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മറ്റു ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ, ചോദിച്ചോളൂ സാർ. എൻ്റെ പേര് റഹ്മാൻ, സ്ഥലം പാലക്കാട്. ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻ്റാണ്. ഞാൻ വീൽ ചെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഈ നിയോ മോഷൻ പോലത്തെ ഒരു വീൽ ചെയർ മേടിക്കണം പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യതയാണ്. അത് നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് കീഴിൽ എന്തെങ്കിലും സബ്സിഡിയോ എന്തെങ്കിലും കീഴിൽ മേടിക്കാൻ പറ്റുമോ? അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? സാറിന് അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നാണോ അറിയണ്ടേ? സബ്സിഡി? അതെ അതെ, അത് പറഞ്ഞാൽ 1,00,000 മേലെയാണത്. നമുക്ക് സാമൂഹികമായിട്ട് ഒന്ന് ഇടപെടാനോ എന്തെങ്കിലും മെച്ചം പറഞ്ഞ ഇപ്പൊ ഒരു വീൽ ചെയർ നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഒരു പാർട്ടാണല്ലോ. അപ്പൊ അത് നമുക്ക് ഏറ്റവും വലിയ വില പിടിച്ച സാധനമായി മാറുമ്പോ നമുക്കത് എങ്ങനെയാണ് കാര്യങ്ങൾ അറിയാം. നമുക്ക് ജോസഫ് സാർ ഉത്തരം നൽകുന്നതാണ്. ഹലോ, എന്റെ പേര് റഹ്മാൻ. റഹ്മാൻ. ഓക്കെ, റഹ്മാൻ ഇപ്പോ ഇങ്ങനെ കൈയൊക്കെ മൂവബിൾ ആണോ? എല്ലാം ഓക്കെ ആണോ? അതെ അതെ അതെ, ഞാൻ മാനുവൽ വീൽ ചെയർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അത് നമുക്ക് സമൂഹമായിട്ട് ഇത് ഇവിടെ ഒരു 10-15 കിലോമീറ്റർ ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്യാനും ഒക്കെ ആണെങ്കിൽ നിയമോസിന്റെ അതല്ല, ഇപ്പൊ ഡയഗ്നോസിസ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞില്ലേ, ഡുഷീനാണോ? ഡുഷീനല്ല. ഏത് ടൈപ്പാ? മസ്കുലർ ഡിസ്ട്രോഫി മെൻഷൻ ചെയ്തിട്ടു, അത് ഏത് ടൈപ്പ് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ 3 വീലർ സ്കൂട്ടർ ഒക്കെ ഹോൾഡ് ചെയ്യാറുണ്ട്. എത്ര വയസ്സായി? 27. 27. ഓക്കെ. ഇപ്പൊ ഇരിക്കാനൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാം ഓക്കെ. ഓക്കെ. ഇപ്പൊ റഹ്മാൻ അറിയേണ്ടത്, നമുക്ക് ഈ ഒരു നിയോമോഷൻ പോലത്തെ ഒരു വീൽ ചെയർ ഔട്ട്ഡോർ മൊബിലിറ്റിക്കാ വേണ്ടത്, വെളിയിൽ പോകാനായിട്ട് അല്ലേ? അതെ അതെ. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ നിയോമോഷനിൽ തന്നെ അവർക്ക് കുറെ സ്കീംസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ സിദ്ധാർത്ഥാണ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ്. പുള്ളി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി സജസ്റ്റ് ചെയ്യും. 2, നമുക്ക് ഗവൺമെന്റ് സ്കീംസും ഉണ്ട്. പക്ഷെ അതിന്റെ ഫുൾ ഫോർമാലിറ്റീസ് അറിയത്തില്ല. ഇപ്പൊ നിയോമോഷൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാളും വളരെ എമൗണ്ട് കൂടിയ ഒരു സാധനമാണ്. പിന്നെ അതേപോലെ ചില സന്നദ്ധ സംഘടനകളുണ്ട്, അതായത് ഇങ്ങനെ റോട്ടറി ക്ലബ്സ് അങ്ങനെയുള്ളവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു കാര്യം ചെയ്യാമോ, നമുക്ക് റഹ്മാന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീൽ ചെയർ നമുക്ക് ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഞാൻ ഉഷയാണ്, എക്സ്റ്റേണൽ റിസോഴ്സ് പേഴ്സൺ ആണ്. ഇവിടെ ആക്ച്വലി ടെക്നോ പാർക്ക് ഇസ് ഓൾസോ ഹെൽപ്പിംഗ്. ടെക്നോ പാർക്കിലെ ഉണ്ട്. അതെ, ടെക്നോ പാർക്കിലെ ഉണ്ട്. അവിടെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലേ അവരുടെ ഒരു ചെറിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് ഹു ഹെൽപ്പ് ഔട്ട് ഓൺ വീൽ ചെയർസ്. അപ്പൊ അത് ടെക്നോ പാർക്കിലെ ഒന്ന് വി ഹാവ് ടു ഗോ, അത് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യണം. എക്സ്ക്യൂസ് മീ മാം, ഞാൻ ആൻസർ ചെയ്തോട്ടെ മാം? ഞാൻ ഷൈനിയാണ്, ഫിസിയോതെറാപ്പിസ്റ്റ്. യെസ് യെസ്. ഈ പറഞ്ഞ ആളുടെ ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ ആദ്യം ആക്ച്വലി നമുക്ക് നിഷിന്റെ ഭാഗത്തുനിന്ന് ഒരു അസസ്മെന്റ് കാണും. ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് നിയോമോഷൻ യൂസ് ചെയ്യാനുള്ള ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിട്ട് അത് ഉണ്ടെന്ന് നമുക്ക് അസസ്മെന്റ് കഴിയുമ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയുകയല്ല, പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ഫണ്ടിങ് ഉണ്ടോ എന്നുള്ളതേ. അതിപ്പോ UST ഗ്ലോബൽ ആണെങ്കിൽ നിയോമോഷനോട് ഡയറക്റ്റ് ആണെങ്കിലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് ഫോൺ നമ്പർ ഒന്ന് ഇടുവാണെങ്കിൽ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഹലോ, നമ്പർ കാര്യങ്ങൾ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. സ്ഥലം പാലക്കാട്, റഹ്മാൻ പാലക്കാട്. മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. നിഷിൽ സേഫ്റ്റി വാക്കർ യൂസ് ചെയ്യുന്നുണ്ടോ?
ഹലോ മാഡം, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ചോദിച്ചോളൂ സർ. എന്റെ പേര് റോയി എന്നാണ്. എന്റെ മകനാണ് CP ആണ്, സെറിബ്രൽ പാൾസി ആണ്. മാഡം, കാലിന് ഹൈറ്റ് വ്യത്യാസമുണ്ട്, 2 ഇഞ്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഷൂ പണിയിപ്പിച്ചപ്പോഴത്തെ ഹൈറ്റ് വെച്ച് പണിതപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജ് ആണെങ്കിലും എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഷൂ ചെയ്ത് കിട്ടാനായിട്ട് വല്ല ചാൻസ് ഉണ്ടോ? ഷൈനി മാം ആൻസർ ചെയ്യാമോ? ഷൂ ചെയ്ത് കിട്ടാൻ ആക്ച്വലി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി നമ്മള് ഷൂ അത് പണിത് തന്നു കഴിഞ്ഞാല് 1 മാസം കഷ്ടിച്ച് നിക്കത്തുള്ളൂ. 8,000 രൂപയും 6,000 രൂപ കൊടുത്താണ് ഷൂ പണിയിക്കുന്നത്. അതിന്റെ ഹീൽ എന്ന് വെച്ചാൽ അടിയിൽ മാത്രം പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൊച്ചു നടക്കുമ്പോഴത്തേക്ക് തട്ടിപ്പോകും. പല സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു. എനിക്ക് അകത്ത് വെച്ച് കിട്ടണം, കൊച്ചിന്റെ കാല് തട്ടി പൊളിഞ്ഞു പോവരുത്. എനിക്കത് മനസ്സിലായി. അപ്പം ഞങ്ങൾക്ക് കുഞ്ഞിനെ ഒന്ന് അസസ് ചെയ്യണം. നമുക്ക് ഓൺലൈൻ അസസ്മെന്റ് ചെയ്യാം. അപ്പൊ കുഞ്ഞിനെ ഒന്ന് അസസ് ചെയ്തതിന് ശേഷം വേണം എനിക്കിത് കറക്റ്റ് ആയിട്ടൊന്ന് അഡ്രസ് ചെയ്യാൻ. 2 ഇഞ്ച് വ്യത്യാസമുണ്ട് ഹൈറ്റ് തമ്മിൽ. കാലിന്റെ റൈറ്റ് കാലിന് 2 ഇഞ്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഈ ഷൂ ഇടുമ്പോ കറക്ഷൻ കിട്ടുന്നുണ്ടോ? കറക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാന്ന് വെച്ചാൽ 1 മാസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഒട്ടിക്കാനും പറ്റില്ല. നമ്മൾ ഷൂ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മൾ പുറത്ത് ഷൂ മേടിച്ചു കൊടുത്തിട്ട് അതിനടിയിൽ അവർ ഹീല് 2 ഇഞ്ചിന്റെ കനം ഒട്ടിച്ചു വെച്ച് തരത്ത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നല്ല പൈസ, നല്ല എമൗണ്ടും കൊടുക്കണം. അവർ അതിന്റെ സൈഡിലുണ്ട് ഇരുമ്പോ എന്തൊക്കെയോ കെട്ടി വെക്കുന്നുണ്ട്. അതിന്റെ ഇരുമ്പിന്റെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് നോർമലായിട്ട് അടിയിലൊരു ഷൂവിന്റെ അകത്തായിട്ട് ഒരു 2 ഇഞ്ചിന്റെ ഹീൽ വെക്കത്തക്ക രീതിയിലുള്ള സാധനം പണിത് കിട്ടണം. അപ്പം നിങ്ങൾ ഒന്ന് നമ്പർ ഷെയർ ചെയ്തോളൂ. നമ്മൾ ഈ വെൻഡേഴ്സുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്കത് നോക്കാം. ശരി മാഡം, ഓക്കെ മാഡം. എന്നാ എനിക്ക് അത് അകത്ത് കിട്ടണം. ഹീൽ 2 ഇഞ്ച് എന്നുള്ളത് അകത്ത് കിട്ടണം. കാലിന്റെ ഉള്ളംകാലിൽ കിട്ടണം അകത്ത്. അത് തന്നെ. എനിക്ക് കുഞ്ഞിനെ ഒന്ന് അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അത് കറക്റ്റ് എന്താണെന്ന് എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു ഓൺലൈൻ അസസ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാഡം, താങ്ക് യു. ശരി, താങ്ക് യു. ഷൈനി മാം, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ചാറ്റ് ബോക്സിൽ. നിഷില് സേഫ്റ്റി വാക്കർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഹെമിപ്ലീജിയ ഉള്ള പേഷ്യൻസിന് സേഫ്റ്റി വാക്കർ യൂസ് ചെയ്യുന്നുണ്ടോ? സേഫ്റ്റി വാക്കർ ആക്ച്വലി നമ്മൾ വാക്കർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹെമിപ്ലീജിയ ഉള്ള പേഷ്യൻസിന് നമ്മൾ കൂടുതലും ക്രച്ചസും ഒക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വാക്കർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും 2 കൈയും ഒരുപോലെ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ നമ്മൾ വാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇതും സേഫ്റ്റി വാക്കർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റു ചോദ്യങ്ങൾ? മാഡം, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. കാലിന്റെ തള്ളവിരലുണ്ടല്ലോ, 2 സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇത് ആരുടെയാണ് നേരത്തെ പറഞ്ഞ? ഞാൻ റോയിയുടെ CPയുടെ അത് തന്നെ. ഓക്കെ. അപ്പൊ ഷൂ നമ്മള് മാനുഫാക്ചർ ചെയ്യുമ്പോ അതെല്ലാം കൺസിഡർ ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഓൺലൈൻ അസസ്മെന്റ് കണ്ടതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ മാഡം, താങ്ക് യു. ശരി, ഓക്കെ. നമുക്ക് ചാറ്റ് ബോക്സിൽ മറ്റു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദ്യം വായിക്കാം. സേഫ്റ്റി വാക്കർ, സ്റ്റാൻഡിംഗ് ഫ്രെയിംസ് തുടങ്ങിയ അസിസ്റ്റീവ് ഡിവൈസസ് വളരെ കോസ്റ്റ്ലി ആണ്. അങ്ങനെയുള്ളത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഡിവൈസസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഹലോ, ഈ അസിസ്റ്റീവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 തരത്തിലാണ് ഉള്ളത്. ലോ ടെക്നോളജി, ഹൈ ടെക്നോളജി, പിന്നെ ഒരു മീഡിയം ടെക്നോളജി അല്ലെങ്കിൽ മിഡ് ടെക്നോളജി എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഈ എല്ലാ ഡിവൈസസും അങ്ങനെ വളരെ എക്സ്പെൻസീവ് അല്ല. നമുക്കിപ്പോ ആദ്യം ചെയ്യേണ്ടത് ഒരു പേഷ്യന്റ് നമ്മളൊന്ന് അസസ് ചെയ്ത്
അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് കണ്ടിട്ട് നമുക്ക് ഇപ്പൊ വാട്ട് ഈസ് അവൈലബിൾ, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ അത് എക്സ്പെൻസീവ് തന്നെ വേണമെന്നില്ല, നമുക്ക് ചിലപ്പോൾ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് വിത്ത് ലോക്കൽ അവൈലബിൾ തിങ്സ് വെച്ചിട്ട് നമുക്ക് ഒരു അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസ് യൂസ് ചെയ്യാൻ, ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രോബ്ലം, എവിടത്തേക്കാണ് എന്തിനാണ് ഒരു അസിസ്റ്റീവ് ഡിവൈസ് ആവശ്യമുള്ളത്, അത് പേഷ്യന്റിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും, അതായത് അവരുടെ കഴിവും അവർക്കുള്ള ബുദ്ധിമുട്ടും അനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയാൻ പറ്റും അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ. എല്ലാത്തിനും നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്, വളരെ ചീപ്പായിട്ടുള്ള മെത്തേഡ്സും നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഞാൻ റീസെന്റ് ഒരു ഫീഡിംഗ് ഡിവൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പം നോർമലി അതൊരു 3 lakhs ഒക്കെ വരുന്നതായിരുന്നു. പക്ഷെ നമ്മൾ IIT ആ ഒരു പ്രോജക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് അറൌണ്ട് 5,000 rupees താഴെ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. സോ അപ്പൊ ആ ഒരു ഹൈ എമൗണ്ട് മാത്രമല്ല, നമുക്ക് ലോ ഓപ്ഷൻസും കാണും. പക്ഷെ അത് നമ്മൾ പേഷ്യന്റിനെ കണ്ട് അവൈലബിൾ ടെക്നോളജി ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു ചോദ്യം, 6 വയസ്സിന് താഴെയുള്ള ഡെഫ് ബ്ലൈൻഡ് സ്റ്റുഡൻസിന് എന്തെങ്കിലും അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ടോ? ആര്യ മാം ആൻസർ ചെയ്യുന്നു. പല രീതിയിലുള്ള സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോ നമ്മുടെ ഏത് പർപ്പസിനാണ്, എന്തിനാണ് ഇവർക്ക്, അതായത് ഇപ്പോ എഡ്യൂക്കേഷണൽ വർക്കായിട്ടുള്ള ഡിവൈസസിന്റെ ആവശ്യമാണോ, അതല്ലാതെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയുള്ള അതാണോ, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയാ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനാണോ, അങ്ങനെ പല രീതിയിലും പല മേഖലകളിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോ ഇതിനെപ്പറ്റി നമുക്ക് കറന്റ്ലി നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെ പറ്റി അറിയുന്നതിനായിട്ട് നമ്മൾ നിഷിൽ തന്നെ ഉടനെ തന്നെ ഒരു എക്സ്പീരിയൻസ് സോൺ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിയുന്നതും മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുന്നത് ആർക്കാന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക്, അതായത് പലർക്കും എന്തൊക്കെ ടെക്നോളജീസിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഇതൊരു എന്താ പറയാ, നമുക്ക് ഇവിടെ വന്ന് അത് ഉപയോഗിച്ച് അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കൂടെ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ ഈ മാസം സെപ്റ്റംബർ 19 ശേഷം ഇത് ഓപ്പൺ ആകും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് അതൊന്ന് കാണണം, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഓരോ പർപ്പസിനും, അതായത് ഒരു ഡെഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. താങ്ക് യു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. എന്റെ കസിന്റെ മകന് 26 വയസ്സുണ്ട്. സെറിബ്രൽ പാൽസി ആണ്. ജനിച്ചതും വളർന്നതും ലിബിയയിലാണ്. കുറച്ച് നടന്നാൽ ലെഗ്സ് ബെൻഡ് ആവും, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ കോഴിക്കോട് സർജറി കഴിഞ്ഞതാണ്. ഇനി ഏജ് ഓവർ ആയതുകൊണ്ട് സർജറി പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഷൈനി മാഡം ആൻസർ ചെയ്യാം. ഇപ്പോ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മൾക്ക് വ്യക്തിയെ കാണാനോ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്യാനോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിലൂടെ പറ്റില്ല. ഇപ്പൊ സെറിബ്രൽ പാൽസി ഉള്ള ഒരു 26 വയസ്സുള്ള ഒരാളിന് മാത്രമേ ഇതിനുള്ള ഇൻഫർമേഷൻസിനകത്തുള്ളൂ. അപ്പം ഇതെല്ലാം കൂടുതലും അസിസ്റ്റീവ് ഡിവൈസസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഈ വ്യക്തിക്കും ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ്, ഓൺലൈൻ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റീവ് ഡിവൈസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒന്ന് നമ്മൾ കോണ്ടാക്ട്, നമുക്കൊരു ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുവാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓൺലൈൻ അസസ്മെന്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ വീൽ ചെയർ ബൗണ്ട് ആണ്, വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം ചോദിച്ച വ്യക്തി ഇപ്പൊ വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ടോ? റൂബി സാലിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ?
വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷൈനി മാഡത്തിന് തന്നെയാണ് അടുത്ത ചോദ്യം. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളുടെ മസിൽ ടൈറ്റ്നസ് കുറയാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അത് ഫിസിയോതെറപ്പി ചെയ്യുന്ന കുട്ടിയാണോ? കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമാണ്. മസിൽ ടൈറ്റ്നസ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് മിസ് വിദ്യയാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യ കുറച്ചും കൂടി ഇൻഫർമേഷൻ തരാമോ? മസിൽ ടൈറ്റ്നസ് കുറയാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞത് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക, മൂവ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആഡിക്വേറ്റ് മൂവ്മെന്റ്സ് ഇല്ല. അപ്പം നമ്മുടെ മസിൽസ് ഒക്കെ നമ്മുടെ ഒരു നോർമൽ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെയാണ്. നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുമ്പോഴാണ് ആ മസിലിന്റെ നോർമൽ മൂവ്മെന്റ്, നോർമൽ ഒരു ഇലാസ്റ്റിസിറ്റി പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ സെറിബ്രൽ പാൽസി ഉള്ള ഒരു കുട്ടിക്ക് മൂവ്മെന്റ്സ് കുറവായതുകൊണ്ടായിരിക്കും കൂടുതൽ സമയം ഈ സ്പാസ്റ്റിക് ഡൈപ്ലീജിയയിലൊക്കെ കൂടുതലായിട്ടും ബ്രെയിനിന്റെ ഫംഗ്ഷൻ കൊണ്ടും ഈ ആക്ടിവിറ്റീസ് കുറയുന്നത് കൊണ്ടും സ്പാസ്റ്റിസിറ്റി കൂടാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് എക്സസൈസസ് ഉണ്ട്. ഇപ്പം പണ്ട് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഒരു കോമൺ ടെക്നിക് ആയിരുന്നു. പക്ഷെ ഇപ്പം ആരും സ്ട്രെച്ചിങ് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ചെയ്യാറില്ല. കൂടുതൽ ആക്ടിവിറ്റീസിലൂടെ ഡൈനാമിക് സ്ട്രെച്ചിങ് ടെക്നിക്സ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് തനിയെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസിൽ അവർ പറയുന്ന എക്സസൈസസിലൂടെ മാത്രമേ സ്ട്രെച്ചിങ് ടെക്നിക്സ് ചെയ്ത് സ്പാസ്റ്റിസിറ്റി പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിവെന്റ് ചെയ്യല്ല, ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യം മിസ് ശില്പ രാജ് ചോദിച്ചിരിക്കുന്നതാണ്. ഏതൊക്കെ എയ്ഡ്സ് ആണ് നമുക്ക് സബ്സിഡി വഴി കിട്ടുന്നത്? ഒരു ബ്രോഷർ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ചോദ്യം ഇലാബറേറ്റ് ചെയ്യാമോ? ഏത് തരത്തിലുള്ള എയ്ഡ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്? അസിസ്റ്റീവ് എയ്ഡ്സ്. മീൻവെയിൽ ജോസഫ് സർ ആൻസർ ചെയ്യുന്നതാണ്. ഹലോ, ഈ അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസസ് നമ്മുടെ ഗവൺമെന്റ് സ്കീംസിൽ തന്നെ കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാണെന്ന് അറിയണം. നമ്മളിപ്പോ വികലാംഗക്ഷേമ കോർപ്പറേഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് അവരുടെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അത് അവരുടെ ഒരു ഇത് വെച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അല്ലെ അവർക്ക് ഉള്ള നോംസ് വെച്ചിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോ എമൗണ്ട് ആണ്. പിന്നെ അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അതായത് പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ ടെക്നോ പാർക്ക്, റോഡ് അങ്ങനെ ഉള്ളിടത്തുനിന്ന് നമുക്ക് ഇതിന് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ചോദിക്കുക. കാരണം ഈവൻ ഗവൺമെന്റ് സ്കീമിലും ഉണ്ട് ഈ സബ്സിഡി. അപ്പൊ ഒരു സ്പെസിഫിക് ആയിരുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റുമായിരുന്നു. ഇത് കുറച്ച് ജനറൽ ആണ്. അപ്പൊ എല്ലാത്തിനും എന്ന് പറയുമ്പോൾ വീൽ ചെയറിനുണ്ട്, ഹിയറിംഗ് എയ്ഡ്സിനുണ്ട്, ഇതിനെല്ലാത്തിനും സബ്സിഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഏതിനാ വേണ്ടതെന്ന് വെച്ചാൽ അത് പർട്ടിക്കുലർ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മെസ്സേജിൽ ഇട്ടാൽ നമ്മളത് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ജെനിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഫാദർ ഒരു മോട്ടോർ ന്യൂറോൺ ഡിസീസ് പേഷ്യന്റ് ആണ്. ഇപ്പോൾ ആള് ബെഡ് റിഡൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആൾക്ക് ആളെ എണീപ്പിക്കാനും ഇരുത്താനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോ ഒന്ന് എഴുന്നേൽപ്പിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ ഇരുത്താനും പറ്റിയ എന്തെങ്കിലും അസിസ്റ്റീവ് ടെക്നോളജി സജസ്റ്റ് ചെയ്യാമോ എന്നാണ്. ഞാൻ ഷൈനിയാണേ. അപ്പം ബെഡ്റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രാൻസ്ഫർ ഡിവൈസസ്, ഒരുപാട് ഡിവൈസസ് അവൈലബിൾ ആണ്. ട്രാൻസ്ഫർ ബോട്ട്സ്, തന്നെ ഇലക്ട്രോണിക് ഹോയിസ്റ്റ് ഉണ്ട്. പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ചെയറിലേക്ക് ഇരുത്താനോ ചെയറിൽ നിന്ന് ബെഡിലേക്ക് ഇരുത്താനും ഒക്കെ, അല്ലെങ്കിൽ വീൽ ചെയറിലേക്ക് ഇരുത്താനും ഒക്കെ ഒരുപാട് അസിസ്റ്റീവ് ഡിവൈസസ് ഉണ്ട്. അതിനാണെങ്കിലും നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അസസ്മെന്റ് ആവശ്യമാണ്. ഡിവൈസസ് ഉണ്ട്, അസിസ്റ്റീവ് ഡിവൈസസ് ഒരുപാട് അവൈലബിൾ ആണ്. മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഉഷയാണ്. കേൾക്കാമോ? കേൾക്കാമോ? ആക്ച്വലി ഇൻ ചിൽഡ്രൻ വിത്ത് CP
feeding is a very challenging situation, especially for young below 1 and 2. അപ്പോൾ അതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഓർ സം മോർ ദിസ് തിങ് അസിസ്റ്റീവ് ആയിട്ടുള്ളത് ഐ തിങ്ക് Arya Manoharan can give some more information, because feeding is it's a challenging situation. അതെ മാം, ഇപ്പം സെർബ്രൽ പാൽസി മാത്രമല്ല, നമുക്ക് ഫീഡിങ്ങിന്റെ പ്രോബ്ലം വരുന്ന സ്ട്രക്ചറൽ ഡിഫിക്കൽട്ടീസ് വരുന്ന ക്ലെഫ്റ്റ് ലിപ്പ് പോലത്തുള്ള ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് കേസസ്, അങ്ങനത്തെ എല്ലാവർക്കും ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എന്താണ് അവർക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ഫീഡിംഗ് പ്രോബ്ലം വരുന്നത്. അതായത് ഇപ്പൊ ഒരു നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഡിഫോമിറ്റി, അതായത് ചിലപ്പോൾ നമ്മളുടെ പാലറ്റിലുള്ള ചെറിയ ദ്വാരം ഉണ്ടാവുക, അതല്ലെങ്കിൽ അതായത് ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റ് എന്ന് പറയും, അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് വരിക, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനാണ്. എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ കാര്യങ്ങൾ ആദ്യം റീസൺ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു മെഡിക്കൽ റീസൺ ആണോ അതല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ കൂടുതലും ഒരു സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് വരുന്ന കേസസിലാണെങ്കിൽ നമുക്ക് ആദ്യം അത് സ്ട്രക്ചറൽ പ്രോബ്ലത്തിന് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സർജറി, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സർജറി ചെയ്താലും ചില കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പ്രോസ്തസിസ് പോലത്തുള്ള മാനേജ്മെന്റിലോട്ട് പോയിട്ടാണ് നമ്മൾ ഫീഡിങ്ങിലോട്ട് വരുന്നത്. അതല്ലാതെ ഇപ്പൊ സെർബ്രൽ പാൽസി പോലത്തുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് നോക്കുന്നത് പൊസിഷനിങ് അവരുടെ ഫസ്റ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് ചില പാരന്റ്സ് ഫുഡ് കൊടുക്കുന്ന സമയത്തുള്ള പൊസിഷനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളിങ്ങനെ കിടത്തി കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് ആസ്പിറേഷൻ പോലത്തുള്ള കണ്ടീഷൻ വരിക, അതുകൊണ്ട് തന്നെ അവർക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ അല്ലെങ്കിൽ ഡെത്ത് പോലത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് സാധ്യതകൾ കൂടുതലാണ്. അപ്പോ ഫീഡിങ്ങിന് വേണ്ടി നമുക്ക് ഇതിനു വേണ്ടിയായിട്ടുള്ള, അതായത് മസിൽ ആക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ്ങിനും വേണ്ടിയിട്ടുള്ള ഡിവൈസസ്, അസിസ്റ്റീവ് ടെക്നോളജി എന്നല്ല, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ചൂയിങ് ട്യൂബ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കപ്പുകളിൽ തന്നെ പലതരത്തിലുള്ള അഡാപ്റ്റേഷൻ ചെയ്തിട്ടുള്ള കപ്പുകൾ അവൈലബിൾ ആണ്. സക്കിംഗ് എന്ന് പറയുന്ന സ്കിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ചിലപ്പോൾ നമ്മുടെ ചില പാരന്റ്സ് എല്ലാം തന്നെ ഈ ആമസോൺ പോലത്തെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ നമ്മുടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ചിലത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം. അതായത് കൂടുതലും സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നതാകണം എന്നുള്ള ഒരു നിർബന്ധമാണ് ഉള്ളത്. കാരണം പല പാരന്റ്സും അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവരെ കൂടുതലും ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചില കാര്യങ്ങൾ വാങ്ങിച്ചുപയോഗിക്കാറുണ്ട്. നോക്കേണ്ടത് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. Thank you, Arya. Thank you. To add on, ഇപ്പൊ മാരിയ മാം പറഞ്ഞതുപോലെ പൊസിഷണൽ പ്രോബ്ലംസ്, പോസ്റ്ററൽ പ്രോബ്ലംസ് വരുന്ന കുട്ടികൾക്ക് നമുക്ക് ചിലപ്പം പോസ്റ്റർ കൊണ്ട് ചിലപ്പം അവരുടെ ഫീഡിങ് കറക്റ്റ് അല്ലാതെ ഈ പോസ്റ്റർ കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് വന്നെങ്കിൽ മാത്രമേ അവരുടെ വായ്ക്കുള്ളിലെ സ്ട്രക്ചേഴ്സ് കറക്റ്റ് അലൈൻഡ് ആയിട്ട് ആ സ്ട്രക്ചേഴ്സ് കറക്റ്റ് വർക്ക് ചെയ്ത് ഫീഡിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഈ സെർബ്രൽ പാൽസി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പം ഒരു CP ചെയറിൽ ഇരുത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെയറിൽ ഇരുത്തിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പോസ്റ്റർ, ബോഡിയുടെ പോസ്റ്റർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനാണെങ്കിലും അതുവഴി നമുക്ക് ഫീഡിങ് ചിലപ്പോൾ ബെറ്റർ ആക്കാനും പറ്റും. പിന്നെ അതുപോലെയുള്ള കുറെ അഡാപ്റ്റീവ് വെയ്റ്റ്സ് ഉണ്ട്, സ്പൂൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പൂൺസ്. കറക്റ്റ് സ്പൂൺ പിടിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ആണെങ്കിൽ ലോങ് ഹാൻഡിൽഡ് സ്പൂൺസ്, പിന്നെ അതുപോലെ കേർവ്ഡ് സ്പൂൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്സ്, അഡാപ്റ്റീവ് വെയ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതും ഫീഡിങ്ങിന് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന അസിസ്റ്റീവ് ഡിവൈസസ് ആണ്. താങ്ക് യു. താങ്ക് യു ഷാനി. താങ്ക് യു. ആഡ് ഓൺ പോയിന്റ് ഉള്ളത്, നമുക്ക് ഇപ്പൊ ഈ ഒരു ഫീഡിംഗ് പ്രോബ്ലം പല രീതിയിൽ നേരത്തെ ഇപ്പൊ ആര്യമാനം പറഞ്ഞതുപോലെ ഫീഡിംഗ് എന്താണ് പൊസിഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരുടെ ന്യൂറോ ഡെവലപ്മെന്റ് പ്രോബ്ലംസ് കൊണ്ടുവരാം. ഇത് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് റീസൺ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ സെൻസറി പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് സെൻസറി മാനേജ്മെന്റ് അതും നമ്മൾ ഓക്യുപേഷണൽ തെറപ്പിയിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതാകാം. പൊസിഷനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഒരു ഏജ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ പൊസിഷനിങ്, ഹെഡ് പൊസിഷനിങ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും ചെയ്യാറുണ്ട്. ഇതല്ലാതെ ഒരുപാട് അഡാപ്റ്റീവ് ഡിവൈസസ്, അത് നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ട് വരുന്ന നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും.
പിന്നെ വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും ഈ ഒരു ചില സ്റ്റഡീസ് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് പ്രോബ്ലം, ആ ഒരു പ്രോബ്ലം ഡയറക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് കുറെ കൂടെ ബെറ്റർ ഔട്ട്കം നമ്മുടെ എവിഡൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് കുറച്ച് കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞു, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റൊരു ചോദ്യം നേരത്തെ ചോദിച്ചതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി വന്നിട്ടുണ്ട്. ഇത് വീൽ ചെയർ ട്രാൻസ്ഫറിനെ കുറിച്ച്. അതിന്റെ ഒരു ട്രാൻസ്പോർട്ടിംഗ് വീൽ ചെയർ വാങ്ങിച്ചിരുന്നു, അത് അത്ര യൂസ്ഫുൾ അല്ല. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിംഗ് വീൽ ചെയർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ബോർഡ് ആണോ അതോ വീൽ ചെയർ ആണോ? മിസ് ജെനി ഇതിനൊന്ന് ഉത്തരം നൽകാമോ? ആണ് ശരിക്കും മേടിച്ചത്. നമുക്ക് ബെഡിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റി അടുത്ത കസേരയിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ആയിരുന്നു മേടിച്ചത്. ഓക്കെ 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 ഓക്കെ. അത് വീൽ ചെയർ, അതിനകത്ത് ട്രാൻസ്ഫർ ബോർഡ് അറ്റാച്ച്ഡ് ആണോ? ട്രാൻസ്ഫർ ബോർഡ് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആക്കാം. നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ അക്കലേക്ക് എടുത്തെടുക്കണം, എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു വീൽ ചെയർ. അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ഓൺലൈൻ അസസ്മെന്റ് ആവശ്യമാണ്. അപ്പൊ അതിപ്പോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഫർദർ ഡിസിഷൻ എടുക്കാനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്ലയന്റിന് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ പറയാൻ കഴിയുകയുള്ളൂ. അപ്പം എന്താണെങ്കിലും ഒരു നമ്പർ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഡേറ്റ് അറിയിക്കാം. നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട്. മിസ് സാറ വർഗീസ് ചോദിച്ചിരിക്കുന്നു, 12 വയസ്സുള്ള സെറിബ്രൽ പാൽസി ഉള്ള കുട്ടിക്ക് ഇലക്ട്രിക് വീൽ ചെയർ സബ്സിഡി വഴി ലഭിക്കുമോ? ഇത് ഓൾറെഡി പറഞ്ഞാണ് ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച്. അതായത് സബ്സിഡി ഉണ്ട്, പക്ഷെ വളരെ മിനിമം ആണ് നമ്മുടെ ഗവൺമെന്റിന്റെ സബ്സിഡി ഉള്ളത്. അപ്പൊ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ടെക്നോ പാർക്ക്, അങ്ങനത്തെ ഓരോ ഏജൻസി വഴി നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നാലേ, ഇപ്പം പേഷ്യന്റ് പേര്, സ്ഥലം, ഫോൺ നമ്പർ തന്നാലേ നമ്മുടെ ലിസ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് അസസ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് വീൽ ചെയർ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം നമുക്ക് ഫുൾ ഡീറ്റെയിൽസും പേഷ്യൻസിന്റെ കറണ്ട് സ്റ്റേജും അറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ചോദ്യം വന്നിരിക്കുന്നത്, മിസ് ഹാജിറ ചോദിച്ചിരിക്കുന്നത്, വികലാംഗയായ സ്ത്രീയുടെ കുടിവെള്ളം നിഷേധിക്കുകയും രോഗത്തിന്റെ പേരിൽ കളിയാക്കുകയും ചെയ്തു, അതിനുള്ള എന്തെങ്കിലും നടപടികൾ അറിയാമോ എന്നാണ്. ഈ ഒരു ചോദ്യം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ഡിസബിലിറ്റി കമ്മീഷണർക്ക് ഒരു പരാതി നൽകാവുന്നതാണ് ഇതിനെക്കുറിച്ച്. ഒരു ലീഗൽ സെല്ലും ഉണ്ട്, ഡിസബിലിറ്റി കമ്മീഷണർക്ക് പരാതി നൽകാവുന്നതാണ്. കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ ഇപ്പോൾ ഈ ചാറ്റ് ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോറത്തിൽ ഞങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്കൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ചോദ്യം ഞാൻ വായിക്കാം. വിദ്യയാണ് ചോദിച്ചിരിക്കുന്നത്, ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനിൽ നിന്നാണ് CP ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആള് വീട്ടിലുള്ള ടൈമിൽ മുട്ടിലാണ് ഇഴയുന്നത്. ഓർഗനൈസേഷനിൽ വന്നത് മുതലാണ് നടത്തി തുടങ്ങിയത്. ഫിസിയോതെറപ്പി കൺസൾട്ട് ചെയ്തു, ഷൂ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ട് നിന്ന് ബാലൻസ് കിട്ടിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്.
ഫിസിയോതെറപ്പിയിൽ നിന്ന് പറഞ്ഞു തന്ന കുറച്ച് എക്സസൈസ് ഒക്കെ ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ടും നല്ലപോലെ മസിൽ ടൈറ്റ്നെസ് ഉണ്ട്. എന്താണ് വിദ്യക്ക് അറിയണം? ഷൈനി മാം ആൻസർ ചെയ്യാമോ? ഇതില് എനിക്ക് തോന്നുന്നു ഫിസിയോതെറപ്പിക്ക് ഒരു റെഗുലർ കൺസൾട്ടേഷൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു പ്രാവശ്യം ഫിസിയോതെറപ്പിസ്റ്റിന്റെ അസസ്മെന്റ് കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഇവരെ സ്കൂളിൽ ചെയ്യിപ്പിക്കുവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പൊ ഇത്രയും ടൈറ്റ്നസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റിന്റെ അടുത്ത് കുറച്ച് റെഗുലർ സെഷൻസ് അറ്റൻഡ് ചെയ്യുകയും ഈ കുട്ടിയുടെ ഒരു മോട്ടോർ സ്റ്റാറ്റസ് ബെറ്റർ ആകുന്നതനുസരിച്ച് എക്സസൈസിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിന്റെ ഗൈഡൻസിൽ റെഗുലർ സെഷൻസ് ഈ കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഫോൺ മ്യൂട്ട് ചെയ്യാമോ? ആരുടെയൊക്കെ ഫോൺ അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം ഈ കുട്ടിക്ക് ഒരു റെഗുലർ ഫിസിയോതെറപ്പി സെഷൻസിന്റെ ആവശ്യമുണ്ട്. മാം ഹലോ, പറഞ്ഞോളൂ മാം. ഞാനാണിപ്പോ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മറ്റേ CP കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട്. നമ്മൾ ഫിസിയോതെറാപ്പിനെ കൺസൾട്ട് ചെയ്തെങ്കിൽ പോലും നമുക്ക് കുറച്ച് എക്സസൈസ് ആദ്യം പറഞ്ഞു തന്നു. പിന്നെ അവർ പറഞ്ഞത് ഷൂ റെഡിയാക്കിയിട്ട് ഷൂയിലൊന്ന് ബാലൻസ് ആയ ശേഷം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്നാ. അപ്പൊ അവര് മുമ്പ് പറഞ്ഞത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നിട്ട് പോലും ആൾക്ക് നല്ല ഭയങ്കര മസിൽ ടൈറ്റ് ആണ് ആൾക്കുള്ളത്. ഓക്കെ, അത് അമ്മ എന്താണെന്ന് വെച്ചാല് ഈ എഴുതി നീങ്ങുന്ന കുട്ടിയുടെ മിക്കവാറും ഹിപ്പ് മസിൽസും നീ മസിൽസും ഒക്കെ ടൈറ്റ് ആയിരിക്കും. ഇത് മറ്റേ ഷൂ ഇട്ടത് കൊണ്ട് മാത്രം റെഡി ആകില്ല, ഷൂ ഇട്ടത് കൊണ്ട് മാത്രം ബാലൻസും ശരിയാകില്ല. അപ്പം ഈ കുട്ടിക്ക് വേറെ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ കാലുകള് വെയിറ്റ് ബെയറിങ്ങിന് വേണ്ടിയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യണം. ഇത് കറക്റ്റ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിന്റെ അണ്ടറിൽ ഒരു 1, 2, 3 സെഷൻസ് പോരാ. ഇതൊരു ലോങ് ഡ്യൂറേഷനിൽ ഫിസിയോതെറപ്പി ചെയ്യേണ്ട കുട്ടിയാണ്. അപ്പം കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നിട്ട് ബാലൻസ് ശരിയാക്കിയിട്ട് ബാക്കി ചെയ്യാം എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറപ്പിസ്റ്റിന് തന്നെ ജോലിയാണ്. അപ്പം ഈ കുട്ടിക്ക് റെഗുലർ സെഷൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കുട്ടിക്ക് ശരിക്കും നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഷൂസ് ഇട്ടത് കൊണ്ട് മാത്രം ബാലൻസ് കിട്ടില്ല. അപ്പൊ കുറച്ച് റെഗുലർ സെഷൻസ്, പിന്നെ അതുപോലെ ചിലപ്പം കുറച്ച് മോട്ടോർ സ്റ്റാറ്റസ് കൂടുന്ന അനുസരിച്ച് ആ എക്സസൈസിന്റെ മോഡിഫിക്കേഷൻസും ചെയ്ത് ഈ കുട്ടിയെ കുറച്ചുകൂടെ അത് തന്നെ നിൽക്കാൻ പ്രാപ്തനാക്കണം. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റെഗുലർ സെഷൻസ് തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഇനിയും ആ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞോളൂ, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ്? അല്ലാതെ ഈ ഷൂ ഇങ്ങനെ ഇട്ട് നിന്നോണ്ട് ഗുണമില്ല, ബാലൻസ് ആയി. ഷൂ ഇട്ട് നിന്നതുകൊണ്ട് ഗുണമുണ്ട്, അതുകൊണ്ട് മാത്രം ബാലൻസ് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഷൂ ഇട്ടിട്ട് ആ കുട്ടിയെ പ്രോപ്പറായിട്ട് നിർത്താനുള്ള പോസ്ചർ അറിയില്ലായിരിക്കും. ഇതൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അണ്ടർ ഗൈഡൻസ് ചെയ്യുന്നതാണ്. ആൾക്ക് ഒരു കാല് കുറച്ച് എന്താ പറയാ നീളം കുറവുണ്ട്. അതിനനുസരിച്ചിട്ടാണോ ഷൂ ആ ലെങ്ത് കറക്റ്റ് ചെയ്തിട്ടാണോ ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ, അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കുഞ്ഞിനെ ഷൂസ് ഇട്ട് നിർത്തുകയാണെങ്കിൽ പോലും പല ഏരിയയിൽ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ആദ്യമേ ചിലപ്പോൾ പിന്നെ എഴഞ്ഞു നീങ്ങുന്ന കുട്ടിക്ക് പ്രോപ്പർ ബോഡി സ്റ്റെബിലിറ്റിയും കാണില്ലായിരിക്കും. അതുകൊണ്ട് അതിനൊക്കെയുള്ള വേറെ ഒരുപാട് എക്സസൈസ് ചെയ്തെങ്കിലേ ഈ കുട്ടി നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് ഞാൻ പറയുന്നത് ഒരു ഫിസിയോതെറാപ്പി. നിങ്ങൾ എവിടെയാണ് സ്ഥലം? തൃശ്ശൂരാണെങ്കിൽ നിങ്ങൾക്ക് നിപ്പറിനെ കോണ്ടാക്ട് ചെയ്യാലോ. അവിടെ നല്ലൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ റെഗുലർ പീഡിയാട്രി അല്ല, കുറച്ച് 27 വയസ്സായ കുട്ടിയാണ്. കുഴപ്പമില്ല, അവിടെ അഡൽട്ടും പീഡിയാട്രിക്സും എല്ലാം ഉണ്ട്. അപ്പം അവിടെ പോയി നല്ലൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടും. ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഫിസിയോതെറാപ്പി ആവശ്യമാണ്. അത് 1, 2 സെഷൻസ് കൊണ്ട് മാത്രം ഈ കുട്ടിയെ പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല. കുറച്ച് റെഗുലർ സെഷൻസ് അറ്റൻഡ് ചെയ്ത് വേണം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസിൽ തന്നെ അത് ചെയ്യേണ്ടതാണ്. ഓക്കെ മാം, താങ്ക് യു. ജോസഫ് സാർ ഒന്ന് ആഡ് ചെയ്യും. ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അതില്. ഇപ്പൊ ഈ ഒരു കൊച്ച് ഷൂസ് വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളൊന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നോക്കേണ്ടി വരും. അതായത് കൊച്ചിന്റെ കോഗ്നിറ്റീവ് എബിലിറ്റി, അതായത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അത് ചിലപ്പോൾ ആവശ്യമായിരിക്കും നിൽക്കാനും നടക്കാനും ഒക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും. അതേപോലെ ഇപ്പം നടക്കണമെന്നുണ്ടെങ്കിൽ കൈയുടെ ഹാൻഡ് ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കൈക്ക്
നല്ല പവറും നല്ല ഹാൻഡ് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രച്ചസോ വാക്കറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മൾ നല്ലൊരു അസസ്മെന്റ് നടത്തിയിട്ട് കൊച്ചിന്റെ ഓവറോൾ എബിലിറ്റീസ്, അതായത് ഫിസിക്കൽ എബിലിറ്റീസ്, അതായത് കൈ പിടിച്ച് നിൽക്കാനും നടക്കാനും, കഴുത്ത് ഉറച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ട്രങ്ക് കൺട്രോള്, ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് ചുമ്മാ ഇപ്പൊ ഷൂ കൊടുക്കുക എന്നുള്ളത് നമുക്ക് 2 തരത്തിൽ കൊടുക്കാം. നമ്മളിപ്പം നിർത്തി അതൊരു ട്രീറ്റ്മെന്റ് പാർട്ടായിട്ടും കൊടുക്കാം, അത് നടത്തിക്കാനും കൊടുക്കാം. അപ്പൊ അത് ഏതാന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കൽ വരും. ഇപ്പൊ ഡിപ്മർ നേരത്തെ പറഞ്ഞ പോലെ, മാഡം പറഞ്ഞ പോലെ ഡിപ്മറിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സെഷൻ വഴി നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ സർ. മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് മിസ്റ്റർ ജോസഫ് ചോദിച്ചിരിക്കുന്നത് ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഓരോ കണ്ടീഷനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കറണ്ട് സ്റ്റേറ്റസ് വെച്ചിട്ട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പല മെഡിക്കേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം. അത് ചെക്ക് ചെയ്ത് ബാക്കി നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവലും ബാക്കിയെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ അത് ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു സർ. മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ചാറ്റ് ബോക്സിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടുണ്ട്. നേരത്തെ ഡെപ്ലൈനെ കുറിച്ച് ചോദിച്ചതിന് ഒരു റെഫറൽ സെന്റർ നൽകിയിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ചെന്നൈയിലെ ചേതന ഫൗണ്ടേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അവർ ഡെപ്ലൈൻ പോപ്പുലേഷനുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. മറ്റു ചോദ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ. ചോദ്യം ആര്യ മാം ആൻസർ ചെയ്യാമോ? 14 വയസ്സുള്ള ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടിയുടെ ഹൈപ്പർ ആക്റ്റീവ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുക? എത്ര വയസ്സെന്നാണ് പറയുന്നത്? 14 വയസ്സുള്ള ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് നോക്കേണ്ടത് ഹൈപ്പർ ആക്ടിവിറ്റി ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ മാത്രമാണോ, അതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റു കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മുടെ ഫസ്റ്റ് കറക്റ്റ് രീതിയിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഇന്റർവെൻഷൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ പോകുന്ന കുഞ്ഞാണോ, അത് ഒന്ന് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് ചെയ്യേണ്ടത് ഇവർക്ക് ബേസിക്കലി ഇവര് എന്താ നമുക്ക് എന്ത് രീതിയിലുള്ള, അതായത് പാരന്റ്സിനെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അഫക്ട് ചെയ്യുന്നതായിട്ടുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അത് പഠനത്തിനെ മാത്രം ബാധിക്കുന്നതാണോ, അതോ ഓൾ ടുഗദർ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ഡിഫിക്കൽട്ടിയാണ്, അതായത് കുഞ്ഞിന്റെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ ഒട്ടും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതായത് എന്താണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അവന്റെ ദൈനംദിന ജീവിതങ്ങൾ ഒരുപാട് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മെയിനായിട്ട് നമ്മള് കുഞ്ഞിനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുകയോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു എന്താണ് അഗ്രസീവ് നേച്ചർ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിന്റെ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു ബിഹേവിയറൽ മാനേജ്മെന്റ് ആണ്. ആര്യമ്മ, ആ ചോദ്യത്തിന്റെ ബാക്കി ഉത്തരം വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, ഡെയിലി ലൈഫിൽ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അഗ്രസീവ് നേച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ അതിന്റെ കാരണം അതിപ്പോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആകെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്നാണ് ഡയഗ്നോസിസ് വന്നിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിന് അസോസിയേറ്റഡ് ആയിട്ട് തന്നെ വളരെയധികം നിങ്ങളുടെ പറഞ്ഞതുപോലെ ദൈനംദിന ജീവിതത്തിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് താൻ. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എന്നാ ആ ഒരു ഡയഗ്നോസിസ് പ്രോസസ്സിൽ ഒന്നുകൂടെ എന്നാ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അമിതമായ രീതിയിലായിട്ടുള്ള ഒരു ADHD ഫീച്ചേഴ്സ് നമ്മുടെ കുഞ്ഞിന് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ അതോടൊപ്പം തന്നെ അഗ്രസീവ് നേച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ് എന്ന നിലയിൽ നമുക്ക് ബിഹേവിയറൽ മാനേജ്മെന്റ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ചെയ്യേണ്ടത് പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അവർ പറഞ്ഞു തന്നെ നിങ്ങളുടെ വീട്ടിൽ കൂടെ അത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് കുഞ്ഞിന് കണ്ടന്റ് ഡിസോർഡേഴ്സ്, അതായത് അനാവശ്യമായിട്ട് എന്തിനാണ് ഈ പറയുന്ന ബിഹേവിയേഴ്സ് കാണിക്കുന്നത്, അഗ്രസീവ് നേച്ചർ എന്തിനാണ് കാണിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണ് ഇത് കൂടുതൽ കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ടും കുഞ്ഞിനൊരു ന്യൂറോളജിക്കൽ ഹെൽപ്പ് കൂടെ വേണ്ടത് ഇവിടെ അത്യാവശ്യം ആണ്. ആര്യമാം, സിമിലർ ലൈൻസിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, സ്കൂള് മാറ്റിയാൽ കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്കൂള് മാറ്റിയാൽ അവരുടെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഓരോ കുഞ്ഞിന്റെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ പോകാൻ നിർബന്ധം, അതായത് മടി ഉണ്ടാവണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്കാണ് മടി ഉണ്ടാവുക. അപ്പോ നമ്മൾ ആക്ച്വലി ഇവർക്ക് എന്തിനാണ് ഈ മടി കാണിക്കുന്നത്? ചിലപ്പോൾ അത് പഠിക്കുന്നത് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ. അതായത് ചിലപ്പം പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതല്ലാതെ തന്നെ സ്കൂളിൽ മറ്റു കുഞ്ഞുങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം. അല്ലെങ്കിൽ അവന് ആ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു പോകുന്നത് കാലത്ത് എഴുന്നേറ്റ് അതിന് റെഡിയായി പോകുന്നതിനോടുള്ള ആ ഒരു പ്രക്രിയയിലോടാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിലാണെങ്കിൽ, ഇതിപ്പോ നമ്മളിപ്പോ സ്കൂൾ മാറ്റുകയാണെങ്കിൽ അത് മാറണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. കാരണം ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലത്തിനെയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഹലോ, അപ്പൊ ഈ സ്കൂള് മാറ്റുക എന്ന് പറയുന്നത് കൊച്ചിന് വീണ്ടും അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം. അതായത് അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും. അതായത് ആൾക്കാരെ ഇപ്പൊ ടീച്ചേഴ്സുമായിട്ടുള്ള ഇഷ്യൂ വരാം, അതുപോലെ എൻവയോൺമെന്റ് ആയിട്ട്. അപ്പൊ പുതിയടുത്ത് ആക്കുമ്പോൾ മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളതും കൂടുതലായിട്ടും അവർക്ക് പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ കുറെ സമയം എടുക്കുമെന്ന് ശരിയാക്കി വരാൻ. അപ്പൊ എത്ര നാളായി സ്കൂൾ മാറിയിട്ട് എന്ന് പറയാൻ പറ്റുമോ? പുതിയ സ്കൂളിൽ അല്ലെ ഇപ്പൊ ഈ ഒരു സ്കൂളിലായിട്ട് പുതിയ സ്കൂളാണോ അല്ലെ നേരത്തെ അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണ്. നഴ്സറി കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ആ സ്കൂളിൽ എങ്ങനത്തെ പ്രശ്നമാണ്? മോനെ എങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാ ഇരിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറയാമോ? ആക്ച്വലി എന്റെ കുട്ടിയല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചാണ്. ഓക്കെ.
അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് കൊച്ചിന് ഇരിക്കാൻ പറ്റാത്തത്. അപ്പൊ അവിടെ എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് ഉണ്ടോ അത് കണ്ടുപിടിക്കണം. ടീച്ചേഴ്സ് ചീത്ത പറയുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് കരച്ചിലാണ്. ചില സമയത്ത് കുഴപ്പമില്ല, ചില ടൈമില്. അതെ, അപ്പൊ അവര് അത് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആകാം. പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ ടീച്ചറിന് ചിലപ്പോൾ അവയർനെസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സിന് അല്ലെങ്കിൽ കൊച്ചിനുള്ള എന്താന്നുള്ളത് നമുക്ക് റീസൺ കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ ഒരു സ്ഥലം ചിലപ്പോൾ ആയിരിക്കും ഒരു പ്രശ്നം. ഇപ്പൊ ഒരു ജനലിന്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ കൊച്ചും എപ്പോഴും വെളിയിലോട്ട് നോക്കിയിരിക്കും. കാരണം ഇവര് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ക്ലാസ്സിൽ എങ്ങനെ ഇരുത്തിയിരിക്കുന്നേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ അടുത്തുള്ള നല്ലൊരു OT ഓക്കുപേഷൻ തെറപ്പിസ്റ്റോ ഒരു സൈക്കോളജിസ്റ്റിനെ ഒക്കെ കോൺടാക്ട് ചെയ്താലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു തുടക്കത്തില്. എന്നിട്ട് ഒരു സെഷൻസ് 2-3 കഴിഞ്ഞിട്ടാണ് ഒന്ന് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസ് കൂടെ നോക്കണം. അതായത് എത്ര വയസ്സുണ്ട് ഇപ്പൊ കൊച്ചിന്? ഇപ്പൊ 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ. അപ്പൊ അതിന്റെ IQ നോക്കണം, എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് ക്ലാസ് എന്നുള്ളത് നോക്കണം. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇഷ്ടമാണ്, അത് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചേരം ഇരിക്കും, പിന്നെ ഓടും. അതെ, അപ്പൊ നമുക്ക് ഒരു ബിഹേവിയറൽ അപ്രോച്ചും ഒരു ഷെഡ്യൂളിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ബെറ്റർ ആവും. പക്ഷെ നമുക്കിപ്പോ ഒരു നമുക്ക് ഒന്നും കാണാതെ നമുക്ക് പറയാൻ പറ്റില്ല. പാരന്റ്സ് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഈ തന്നിട്ടുള്ള നമ്പറിലാണോ? ഞങ്ങൾ നിഷിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അതിൽ വിളിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. സെഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ ടേംസും എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു. ഹലോ മാഡം, എന്റെ മോള് 13 വയസ്സ് കഴിഞ്ഞ് 8ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്സും എല്ലാം ബുദ്ധിമുട്ടാണ്. പൊതുവെ പഠിക്കാൻ നല്ല മടിയും ഉണ്ട്. ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനും എല്ലാത്തിനും നല്ല മടിയാണ്. ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല മടിയാണ്. കുട്ടിയുടേതായ കാര്യങ്ങൾക്ക് കുട്ടിക്ക് കുഴപ്പമില്ല, കളിക്കാനും ഒക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും കുട്ടി ആക്റ്റീവ് അല്ല. ഈ പഠിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. മാത്സ്, കാൽക്കുലേഷൻസ് അങ്ങനത്തെ ഒന്നും അത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നുമില്ല. അതിന് എന്താ ഇതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? കൊച്ചിന്റെ സ്ക്രീൻ ടൈം എങ്ങനെയുണ്ട്? ഒരുപാട് നേരം മൊബൈലും TV ഒക്കെ കാണുന്നുണ്ടോ? മൊബൈൽ യൂസ് ചെയ്യാൻ ഭയങ്കര താല്പര്യം കൂടുതലാണ്. എവിടെ വെച്ചാലും എങ്ങനെയെങ്കിലും അത് എടുത്തു കൊണ്ടുപോയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ യൂസ് ചെയ്യാണ്ട ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമേ താല്പര്യമുള്ളൂ, വേറെ ഒരു കാര്യത്തിനും താല്പര്യം കുട്ടിക്കില്ല. ഓക്കെ, അപ്പൊ ഈ മൊബൈലിലെ ഒരു അഡിക്ഷന്റെ ഒരു ഇതായിട്ടാണ് ഈ ബാക്കിയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതൊരു ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് മാറും. അതായത് തുടക്കത്തില് നമ്മൾ കൊടുക്കും, അത് കഴിയുമ്പോൾ പഠിക്കും കൊച്ച്, പിന്നെ അത് കഴിഞ്ഞ് കൊച്ചു ഒന്ന് കരയും, അപ്പൊ വീണ്ടും നമ്മൾ മൊബൈൽ കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊച്ചു പഠിക്കും, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മൊബൈൽ കിട്ടും, ഞാൻ ജയിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യം നടക്കും എന്നുള്ളൊരു ഇത് വരും. അപ്പൊ ഇത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ബിഹേവിയർ പ്രോബ്ലം ആണെന്നാണ്. അപ്പൊ ആ ബിഹേവിയർ എങ്ങനെ നമ്മൾ കണ്ടക്ട്, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. അതായത് എന്ന് പറയാം ആന്റിസിഡന്റ്, ഒരു ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിന് മുമ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്. അതായത് മൊബൈൽ ചോദിക്കുന്നു, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ കൊടുക്കുന്നില്ല, അപ്പൊ ബിഹേവിയർ എന്താണ്, കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കോൺസിക്വൻസസ് ഉണ്ട്. അതെന്താണ്, അവനെ മൊബൈൽ കയ്യിൽ തിരിച്ചു കിട്ടുന്നു. അപ്പൊ ഇങ്ങനത്തെ ബിഹേവിയർ പിള്ളേർ പഠിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടാണ് ഈ പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും ബാക്കി ഇങ്ങനെ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് നല്ലൊരു ഓക്കുപേഷണൽ തെറപ്പിസ്റ്റിനെ കാണാം, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണാം, കണ്ടിട്ട് അതിന്റെ മാനേജ്മെന്റ് നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് പറയുക. ബിഹേവിയറിൽ നല്ല വ്യത്യാസമുണ്ട്. ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത രീതിയിലാണ് കുട്ടി പെരുമാറുക. പെൺകുട്ടിയാണ്, മെച്ചുവേർഡ് അല്ലാത്ത രീതിയിലാണ് കുട്ടി പെരുമാറുക. ആൾക്കാരോടാണെങ്കിലും ഒരു മെച്യൂരിറ്റി കാണിക്കുന്നില്ല തീരെ. എന്തോ കുറച്ചൊരു മെച്യൂരിറ്റി കുറവിലാണ് പെരുമാറുന്നത്. അപ്പൊ അതും ഒരു റീസൺ ആകാം ഈ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു IQ ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പൊ എത്ര വയസ്സായിരിക്കും മോക്ക്? 14 വയസ്സ്, പെൺകുട്ടിയാണ്. IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. IQ ടെസ്റ്റിൽ ഡൾ നോർമൽ എന്നാണ് കിട്ടിയത്. എത്രയാണ് സ്കോർ? എത്രയാ?
ഡൾ നോർമൽ എന്നാണ് കിട്ടിയത്. 85 അങ്ങനെ എന്തോ ആയിരുന്നു. എന്ന് പറയുമ്പോൾ ബോർഡർ ലൈൻ ഇന്റലിജൻസ് ആണ്. അതായത് 70 to 90 എന്ന് പറയുന്നത് ബോർഡർ ലൈൻ ഇന്റലിജൻസ് ആണ്. മെലിറ്ററേഷൻ അല്ല, ബോർഡർ ലൈൻ ആണ്. അപ്പൊ ബോർഡർ ലൈൻ വരുന്നവർക്ക് ഇതേപോലെ പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരാം. അതായത് വളരെ ഹൈ ഇതായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, അതേപോലെ ഇപ്പൊ ഈ ഒരു എഡ്യൂക്കേഷണൽ ഇഷ്യൂ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ട്യൂഷനിലെ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അതാണ് അതിന് ഏറ്റവും വേണ്ടത്. അതിന്റെ കൂടെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് റീഎൻഫോഴ്സ്മെന്റും ഒക്കെ കൊടുക്കുക. ഒന്ന് ഒരു എന്താ പറയുന്നത്, ഒന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു ബാലൻസ് ബിറ്റ്വീൻ വർക്ക് എന്ന് പറയുമ്പം ഈ 16 വയസ്സുള്ള ഒരു കൊച്ചിന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറക്കം കറക്റ്റ് ആയിരിക്കണം, അഡിക്വേറ്റ് ആയിട്ടുള്ള ലീഷറും വേണം. അപ്പൊ ഇത് മൂന്നും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ടൈമും കളിച്ച് നടക്കായിരിക്കും, ലീഷർ ആയിരിക്കും കൂടുതൽ വരിക. അതെ, കളിച്ച് നടക്കുക ചെയ്യുന്നത്. എപ്പോഴും കളിച്ച് നടക്കുക. കളിയും ഒരു പ്രോപ്പറായിട്ടല്ല കളിക്കുന്നത്, ഒരു ഓർഡർ ഇല്ലാണ്ടാണ് കളിക്കുന്നത്. ഒരു ഗെയിമോ അങ്ങനെയുള്ള സംഭവത്തിൽ ഒരു ഓർഡറുള്ള ഒന്നും ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് താല്പര്യമോ അറിയോ ഇല്ല. അത് ഒരു ഓർഡറിൽ എടുത്തു വെക്കുക. അതുപോലെ അളവുകള്, കാൽക്കുലേഷൻസ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ടും. മാർക്കൊക്കെ 40-ല് 4, 5 ഒക്കെ മാർക്ക് വാങ്ങിച്ചിട്ടാണ് വരിക. അത് റിലേറ്റഡ് ടു ഈ ഒരു സ്കോർ എക്സാം ആയാലും എക്സാമിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിലുള്ള പോലെ തന്നെ വെറുതെ ഇരിക്കുക തന്നെ എക്സാം ആയാലും ചെയ്യുക. വെറുതെ ഇരുന്നിട്ട് എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യാണ് ചെയ്യുക. ഈ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വിത്ത് ബിഹേവിയറൽ ഇന്റർവെൻഷൻ, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കൂട്ടാനും അത് നമ്മുടെ സമയം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും, അതായത് ഓർഗനൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് സർ കോൺടാക്ട് ചെയ്യേണ്ടത്? അതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ചാറ്റ് ബോക്സിൽ ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് കണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ സർ, താങ്ക് യു. ഇന്നത്തെ നിഡ സെഷൻ ക്ലോസ് ചെയ്യുകയാണ്. ഇന്നത്തെ നിഡ സെഷനിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത മിസ്റ്റർ ദീപുരാജിന് താങ്ക് യു. ആൻഡ് പാനൽ എക്സ്പേർട്സ് ആയിട്ട് ജോയിൻ ചെയ്ത മിസ് ആര്യ, മിസ്റ്റർ ജോസഫ് ബോസ് ആൻഡ് മിസ് ഷൈനി MT, നിഡാസ് ടീമിന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നിഡാസിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും, കുറച്ച് ദിവസത്തിനകം അവൈലബിൾ ആയിരിക്കും. നിഡാസ് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത നിഡാസിന്റെ സെഷനും അറിയിക്കുന്നതാണ്. ജോയിൻ ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു.